ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സുപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതപദകമലം ശ്രീഗുരോം വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാമിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാമിതം ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതി ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ക്ഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപേശ കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശകാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാലയ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. അടുത്ത ആഴ്ചക്ക് പഠിക്കാനുള്ള ശ്ലോകം, ബൈ ഹാർട്ട് പഠിക്കാനുള്ള ശ്ലോകം 2:59. വിഷയാ വിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിനാം രസവർജ്യം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. വിഷയാ വിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിനാം രസവർജ്യം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. 47 അല്ലേ? 47 പ്രഭു. അല്ല, 47 അല്ല. ഏത്? കർമ്മണ്യേവാധികാരസ്ഥ. അല്ലല്ല, കർമ്മണ്യേവാധികാരസ്ഥ ഇല്ലേ? അതില്ലേ? ഒരു മിനിറ്റ്, ഇതിൽ കാണുന്നില്ല. 46 കഴിഞ്ഞാൽ 59 കാണുന്നത്. നമുക്കത് പഠിക്കാണ്ടായിരുന്നു ആദ്യമൊക്കെ. ആദ്യം നേരത്തെ അത് നമ്മൾ ആഡ് ചെയ്താണ്. അതെ. വാസുദേവായ. വിഷയാ വിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിനഃ രസവർജ്യം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. ഹരേ കൃഷ്ണ. ഓക്കെ, പ്രദീപ് പ്രഭു. ഹരേ കൃഷ്ണ. വിഷയാ വിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിനാം രസവർജ്യം രസോപസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. ഹരേ കൃഷ്ണ. ശ്യാമള മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിഷയാ വിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിനഃ രസവർജ്യം രസോപസ്യ പരം ദൃഷ്ടോ നിവർത്തതേ. ഹരേ കൃഷ്ണ. സുജി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിഷയാ വിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിനാ രസവർജ്യം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. ഹരേ കൃഷ്ണ. മംഗള മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിഷയാ വിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിനഃ രസവർജ്യം രസോപിയസ്യ പരം ദൃഷ്ടാ നിവർത്തതേ. അതിന്റെ വിവർത്തനം കൂടി വായിച്ചാൽ മതി. വിവർത്തനം. ദിവ്യപൂജ്യ ശ്രീ ശ്രീമദ് ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭാത് കി ജയ. ജയ ശീല പ്രഭാത്. വിഷയസുഖങ്ങളോടുള്ള താല്പര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ശരീരസ്ഥനായ ആത്മാവ് ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കേണ്ടതാണ്. ഇത്തരം പ്രക്രിയകൾ അവസാനിപ്പിച്ച് ഉന്നതമായ രുചി അനുഭവിക്കുന്നതോടെ അയാൾ സ്ഥിതപ്രജ്ഞനാകുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. Though the embodied soul may be restricted from sense enjoyment, the taste for sense object remains. But ceasing such engagements by experiencing a higher taste is fixed in consciousness. ഭഗവാൻ അർജുനോട് ഒരു താക്കീത് കൊടുക്കുകയാണ്. നമ്മൾ എത്ര തന്നെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും ശരി, ആ ഇന്ദ്രിയ വിഷയത്തിലുള്ള ആസക്തി അപ്പോഴും ഉണ്ടായിരിക്കും, ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ. പക്ഷെ അതല്ല, നേരെ മറിച്ച് ആ ഇന്ദ്രിയങ്ങൾ നമ്മൾ ഒരു ഹയർ ടേസ്റ്റിൽ അതിൽ എൻഗേജ് ആണെങ്കിൽ അത് പതുക്കെ പതുക്കെ എന്തായി
അതിൽ നിന്ന് പിന്മാറി നമ്മൾ ഭഗവാന്റെ ആ ഒരു ധ്യാനത്തിൽ, ഭഗവാന്റെ രൂപത്തിലും ഗുണത്തിലും നാമത്തിലും ലീലകളിലെല്ലാം നമ്മൾ കേന്ദ്രീകരിച്ചാൽ അത് താനെ താനെ മാറിക്കൊള്ളും. ഏത് ലോവർ ടേസ്റ്റ് സെൻസ്, ഇന്ദ്രിയ ഭോഗത്തിനുള്ള ആ ഒരു ആഗ്രഹം പതുക്കെ മാറിപ്പോകും. അപ്പോൾ നെഗേഷൻ മാത്രം പോരാ. എന്താ നെഗേഷൻ? അതായത് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി, ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളെ നമ്മൾ മാറ്റി നിർത്തുക മാത്രം പോരാ. അതേസമയം ഭഗവാന്റെ സേവനത്തിലുള്ള ഒരു അറ്റാച്ച്മെന്റ്, ആഗ്രഹം നമ്മളെ അതിനുവേണ്ടി പ്രയത്നിക്കും വേണം. ഓക്കെ, അതാണ് നെഗേഷൻ മാത്രം പോരാ. പോസിറ്റീവ് എൻഗേജ്മെന്റ് വേണം. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിർബന്ധിച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യല്ല വേണ്ടത്. കൺട്രോൾ ചെയ്താലും ആ ഇന്ദ്രിയങ്ങളെ വേറെ നല്ല കാര്യങ്ങളിലേക്ക് അതിനെ ഫോക്കസ് ചെയ്യും വേണം. എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ എന്താ, കുറച്ചു കാലം നമ്മൾ പിടിച്ചു നിൽക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതിലേക്ക് വഴുതി വീണു പോകും. അതിനുള്ള റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ഹയർ എൻഗേജ് ചെയ്യണം. എക്സ്പീരിയൻസിങ് ഹയർ ടേസ്റ്റ് ഈസ് ഫിക്സിംഗ് കോൺഷ്യസ്നസ്. രണ്ട് കാര്യങ്ങൾ: ഡിറ്റാച്ച്മെന്റ് ഫ്രം സെൻസ് ഒബ്ജക്ട്സ്, അറ്റാച്ച്മെന്റ് ടു സ്പിരിച്വൽ മാറ്റേഴ്സ്. ഈ രണ്ടും കാര്യങ്ങളും സൈമിൾട്ടേനിയസ്ലി നടക്കണം, ഒരേ സമയത്ത് നടക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കുട്ടികളോട് അച്ഛനും അമ്മയും പറയാണ്, കുട്ടി സിഗരറ്റ് വലിക്കുന്ന ആ ഒരു ദുശീലം എവിടുന്ന് പഠിച്ചു, അച്ഛൻ മനസ്സിലാക്കി. അപ്പോൾ അച്ഛൻ പറയാണ്, പേടിപ്പിച്ചിട്ട് വടിയെടുത്ത് കാണിച്ചിട്ട് നീ ചെയ്താൽ വിവരം അറിയും. അങ്ങനെ പേടിപ്പിച്ചിട്ട് നിർത്തുകയാണെങ്കിൽ കുട്ടി നിർത്തും. പക്ഷെ അച്ഛനെ കാണാണ്ട് വീണ്ടും മരിക്കും. കാണിച്ചാൽ അതിനുള്ള ടേസ്റ്റ് എപ്പോഴും, രുചി എപ്പോഴും മാറിയിട്ടില്ല. അപ്പൊ അതിന് പകരം ആ പേടിപ്പിച്ച് നിർത്തുന്നതിനേക്കാളും നല്ല അതിൻ്റെ ഭവിഷ്യത്തുകൾ, അതിൻ്റെ ആരോഗ്യം ഏതെല്ലാം തരത്തിൽ നമ്മളെ ബാധിക്കും, എന്തെല്ലാം ഭവിഷ്യത്തുകളാണ് ഉണ്ടാവുക, ഇങ്ങനത്തെ ദുശീലങ്ങളുണ്ട്, ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ആ കുട്ടിക്ക് അത് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ ആ കുട്ടി സ്വയം എടുത്തിട്ട് നിർത്തുകയാണെങ്കിൽ നല്ലത്. അപ്പോൾ അതിന് പകരം എന്താണ്, ഹയർ എൻഗേജ്മെന്റ്, ഭഗവത്ഗീത വായിക്കുക, ഭാഗവതം വായിക്കുക, സത്സംഗം. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് നമുക്ക് മുക്തനാവാൻ പറ്റും. അപ്പൊ അതാണ് ഡിറ്റാച്ച്മെന്റ് പ്ലസ് അറ്റാച്ച്മെന്റ്. ഡിറ്റാച്ച് ഫ്രം സെൻസ് ഒബ്ജക്ട്സ്, അറ്റാച്ച് ടു സ്പിരിച്വൽ ആക്ടിവിറ്റീസ്. അതാണ് ഇവിടെ പറയുന്നത്. എന്തെങ്കിലും ഇല്ലെങ്കിൽ അടുത്ത നമുക്ക് റെഗുലർ ക്ലാസ് എന്താ? മതി. ഹരേ കൃഷ്ണ. പിന്നെ ഇതിൽ പറഞ്ഞല്ലോ അറ്റാച്ച്ഡ് ടു ഹയർ ടേസ്റ്റ് എന്ന് പ്രഭുജി പറഞ്ഞില്ലേ, എന്നിട്ട് ഭഗവത്ഗീത അങ്ങനെയുള്ളത്. അപ്പൊ ഈ തുടക്കക്കാർക്ക് ഇപ്പൊ ഒരു കുട്ടീനോട് പറയാണ് വിചാരിക്കുക, അപ്പൊ അവർക്ക് അത് ഈ ഭഗവത്ഗീതയോട് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്താ? അപ്പൊ അത് അവർക്ക് കഥകൾ മുഖേന പറഞ്ഞു കൊടുക്കുക. കൃഷ്ണലീലകൾ ഒരുപാടുണ്ടല്ലോ. അപ്പൊ അവരുടെ വയസ്സിനനുസരിച്ചിട്ടുള്ള കഥകൾ, 10ാമത്തെ സ്കന്ധം, അതാണ് കൃഷ്ണ ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്നുള്ള ബുക്ക് പ്രഭുപാദ് ആദ്യം തന്നെ എഴുതിയത്. കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ അവർക്ക് ഏതാണ് രുചി, പക്ഷേ ആധ്യാത്മിക തലത്തിലുള്ള രുചി വളർത്തിക്കൊണ്ടിരാ വളരെ ചെറുപ്പപ്രായം മുതൽ തന്നെ. പ്രഹ്ലാദ് മഹാരാജ് അതാണ് പറയുന്നത്, കൗമാരം ആചര്യ പ്രാജ്ഞു. കൗമാരത്തിൽ തുടങ്ങണം, ഇത് വയസ്സായിട്ടുള്ള അപ്പോഴല്ല തുടങ്ങണം. വയസ്സാകുമ്പോഴേക്കും നമ്മളെന്താ, അതായത് നമ്മളുടെ ബുദ്ധിയിൽ മുഴുവൻ കൽമശങ്ങൾ കയറിക്കൂടി, ഫ്രഷ് അല്ല. അപ്പൊ അതിനു മുമ്പ് തന്നെ ആദ്യം തന്നെ ഇത് നമ്മുടെ ബുദ്ധിയിൽ കയറി കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സമയത്ത്, എസ്പെഷ്യലി കോളേജിൽ, ടീനേജിലൊക്കെ അവർ അതൊന്ന് പിന്മാറിയാലും കൂടി ആ കുറച്ചൊരു 3-4 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവർ തിരിച്ചു വരും. കാരണം വെച്ചാൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് അവർ തിരിച്ചു വരും. അവർക്കറിയാം ഇതെല്ലാം വെറും എനാമേർഡ് പറയുന്നില്ലേ, പുറം ആ ഒരു പോളിഷ് മാത്രമേ ഉള്ളൂ. ഭൗതിക ലോകത്തിൽ കാണുന്നതെല്ലാം നമ്മളുടെ അട്രാക്ഷൻ എല്ലാം എന്താണ്, ഇപ്പൊ സൗന്ദര്യം. അത് സ്ത്രീ ആയാലും ശരി, പുരുഷനായാലും ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആകർഷണം ഉണ്ടായിരിക്കും. അത് നമ്മുടെ ആചാര്യന്മാർ പറയുന്ന സ്കിൻ ഡീപ്പാണ്. അതിന്റെ ആ സൗന്ദര്യത്തിന്റെ ഡെപ്ത് എത്രയാണ്? സ്കിൻ പറഞ്ഞാൽ നമ്മളൊരു 1 മില്ലിമീറ്റർ ഒക്കെ, 2 മില്ലിമീറ്റർ, 1.5, അതിനും ഇതില്ല. അപ്പോൾ ഏത് ഒരു വ്യക്തിയുടെയും സ്കിൻ ഊരിക്കളഞ്ഞാൽ, അത് ഇന്ത്യക്കാരനാലും ശരി, അമേരിക്കക്കാരനും ശരി,
ജപ്പാൻകാരനായാലും ശരി, എല്ലാം ഒന്നാണ്. അതെടുത്തു കഴിഞ്ഞാൽ എന്താണ്? രക്തം, അസ്ഥി, എല്ലുകള്, ഞരമ്പുകള്, മലം, മൂത്രം, കഫം, പിത്തം, വായു, ഇതൊക്കെ തന്നെ ഉള്ളൂ. അതിന് വ്യത്യാസമുണ്ടോ? പക്ഷെ എന്താണ് അതിനൊരു മേന്മ നൽകുന്ന, ഒരു ആകർഷണം തോന്നുന്നത്? അതിന്റെ സ്കിൻ, അതിന്റെ ആകൃതി, അല്ലേ? അതാണ് സൗന്ദര്യം കൂട്ടുന്നത്. അപ്പൊ ഇതെല്ലാം ആ സ്കിന്നെ എടുത്തു കളഞ്ഞാൽ ഇല്ല, ഒരു ഇതുമില്ല, എല്ലാം വരാണ്. ഇവിടുത്തെ ഏത് മനുഷ്യനാണെങ്കിൽ എല്ലാവരും ഒന്നിന്. അവരുടെ ഒരാളുടെ അമേരിക്കക്കാരുടെ ചോര കറുത്തതും ഇന്ത്യക്കാരുടെ ചോര ചുവന്നാണ് പറയാൻ പറ്റുമോ? എല്ലാം ഒന്ന് തന്നെ. അതിലുള്ള അവയവങ്ങളും ഒന്ന് തന്നെ, അതിന്റെ പ്രവർത്തന രീതിയും ഒന്ന് തന്നെ. യാതൊരു വ്യത്യാസം നമ്മൾ കാണില്ല. അപ്പൊ ഓരോരുത്തർക്കും അവരുടെ മെച്യൂരിറ്റി അനുസരിച്ച്, അവരുടെ ഏജ് അനുസരിച്ചിട്ട് നമ്മൾ മെഡിസിൻ കൊടുക്കുന്ന പോലെ ഇത് ആദ്യം മെഡിസിൻ ആയിട്ട് തോന്നുള്ളൂ. പക്ഷെ ആ മെഡിസിന്റെ എഫക്റ്റ് എന്താണ്? അത് കയ്പാണെങ്കിലും കൂടിയിട്ട് അതിന്റെ എഫക്റ്റ് എങ്ങനെയായിരിക്കും ശരീരത്തിൽ ബാധിക്കുമ്പോൾ? നല്ലതല്ലേ? നമ്മുടെ അസുഖം മാറും. അതേപോലെ ഈ ഭൗതിക അസുഖം മാറാനുള്ള ഒരേ ഒരു മരുന്നാണ് ആധ്യാത്മിക ജ്ഞാനം പകർന്നു കൊടുക്കുക എന്നുള്ളത്. അപ്പം ഇനീഷ്യലി അതൊരു ബിറ്ററായിട്ട് ഒരു കയ്പുള്ള മരുന്നായിട്ട് തോന്നുകയാണെങ്കിൽ ശരി, പക്ഷെ പതുക്കെ ആ കയ്പ് നല്ലതിലേക്ക് വന്നു ചേരും. അപ്പൊ ഓരോരുത്തർക്കും എന്താണോ ദഹിക്കുന്നത് അതനുസരിച്ചുള്ള ഡോസ് കൊടുക്കുക. കൃഷ്ണ ബുക്ക്, ചില ആൾക്കാർക്ക് കീർത്തനായിരിക്കും, ചില ആൾക്കാർക്ക് കഥയായിരിക്കും, ചില ആൾക്കാർക്ക് വേറെ വല്ല ഇതായിരിക്കും, ഡ്രോയിങ്ങിലായിരിക്കും, പലതരത്തിലുള്ള ഇൻട്രസ്റ്റുള്ള. അപ്പൊ അവർക്ക് അതുകൊണ്ടാണ് ഒരു കുട്ടികളുടെ ക്ലാസ്സിൽ പറഞ്ഞാൽ അവർക്ക് കീർത്തനം ഉണ്ടായിരിക്കും, ഡ്രോയിങ് ഉണ്ടായിരിക്കും, പിന്നെ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരിക്കും, അതേപോലെ നമ്മളുടെ ഗുഡ് ക്വാളിറ്റീസ് ഇംബൈബ് ചെയ്യുന്നത് ഉണ്ടായിരിക്കും, കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പഠിപ്പിക്കുന്ന കാര്യം ഉണ്ടായിരിക്കും. ഓരോരുത്തർക്കും ഏത് രീതിയിലാണോ അവർക്ക് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ്, അതനുസരിച്ച് നമുക്ക് അവരെ ആ വഴിക്ക് നയിക്കണം. അപ്പൊ എന്തായാലും ഒരു ഹയർ ടേസ്റ്റ്, ഒരു ഹയർ എൻഗേജ്മെന്റ് ആണിത്. ഇതിനെല്ലാം നമുക്ക് ആത്മീയ തലത്തിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പൊ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന അറിയുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും കീർത്തന പോകാൻ പറ്റും. കീർത്തന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുമ്പോൾ അവരും ഓട്ടോമാറ്റിക്കലി അവർ കീർത്തനം ചെല്ലുന്ന മനസ്സിലെങ്കിലും. അപ്പൊ അങ്ങനെ മനസ്സിൽ നമ്മൾ കീർത്തനം ചെല്ലുമ്പോൾ പാട്ട് പാടാൻ അറിയില്ലാത്ത വ്യക്തിയും കൂടിയിട്ട് അവരുടെ എന്താണ് ആ ഒരു കണ്ടാമിനേഷൻ പോയിട്ട് പ്യൂരിഫിക്കേഷൻ നടക്കുന്നു. അപ്പോൾ കേന പ്രകാരേണ നമ്മള് എല്ലാവരെയും കൗമാരപ്രായത്തിൽ തന്നെ കുട്ടികളെ എസ്പെഷ്യലി നമ്മളിലേക്ക് കൊണ്ടുവരാൻ നിൽക്കണം. അതാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. രസം ലഭിച്ചു തുടങ്ങുന്നത് വരെ മാത്രമേ ഈ നിബന്ധനകളുടെ ആവശ്യമുള്ളൂ. അതായത് യമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, ഇതൊക്കെ ബുദ്ധി കുറഞ്ഞവർക്ക് വിധിക്കപ്പെട്ടതാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ബുദ്ധിയായി ഇപ്പൊ കൃഷ്ണാബോധത്തിൽ വന്നാ പിന്നെ ചെയ്യണ്ടേ? പക്ഷെ ഏതൊരു വ്യക്തിയാണ് എനിക്ക് ബുദ്ധി ഉറച്ചു, എനിക്ക് ബുദ്ധി വന്നു, ഞാൻ നല്ലൊരു ഭക്തനായി എന്ന് പറഞ്ഞാൽ അവരായിട്ടില്ല എന്നർത്ഥം. അപ്പൊ നമ്മൾ ജീവിതകാലം മുഴുവനെ യമനിയമങ്ങളും റെഗുലേഷൻസും ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന് മനസ്സിലാക്കുക. കലികാലത്തിലാണ് നമ്മള് പക്ക ഡ്യൂട്ടിയായി, പ്യുവർ ഡ്യൂട്ടിയായി, ഒരു കൽമശങ്ങളും ഇല്ല. ആന് വന്ന് കുളിക്കാനും ഞാൻ കുലുങ്ങില്ല, ഞാൻ അങ്ങനെ ഒരു തലത്തിലൊരു ഭക്തനായി, ഒരു ഭക്തയായി എന്ന് എപ്പോ ആരെങ്കിലും വിചാരിച്ചു, അപ്പോ വീണു അവിടെ. പിന്നെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടാണ്, ഫ്രാക്ചറായി. അപ്പൊ അതുകൊണ്ട് ഒരു ശുദ്ധ ഭക്തനും, ഉദാഹരണം ഞാൻ ഷഡ്ഗോസ്വാമിയുടെ പറയാണ്, രൂപ സനാതന ഗോസ്വാമി ഒക്കെ വളരെ പണ്ഡിതന്മാരായിരുന്നു, ശാസ്ത്ര നിപുണത ഉള്ള ആൾക്കാരായിരുന്നു. എല്ലാവർക്കും അവരെ വലിയ കാര്യമായിരുന്നു. അത് മെറ്റീരിയൽ മാത്രമല്ല, മെറ്റീരിയൽ അവർ എന്താ പറയാ, പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും ഒക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററും ഫൈനാൻസ് മിനിസ്റ്ററും ഒക്കെ ആയിരുന്നു നവാബ് ഹുസൈൻ ഷാലി. വളരെ വളരെ പ്രാവീണ്യം നേടിയിട്ടില്ല മെറ്റീരിയലി സ്പീക്കിംഗ് അഡ്മിനിസ്ട്രേഷനിൽ. അതേസമയത്ത് തന്നെ സ്പിരിച്വലി ആൾസോ വെരി എലിവേറ്റഡ്. അവര് എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗം സ്വീകരിച്ചത്? ഹിന്ദു മതത്തിൽ ആചരിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവര് ഈ നവാബ് ഹുസൈൻ ഷായുടെ
ആ രാജ കൊട്ടാരത്തില് ഇവര് പ്രധാനപ്പെട്ട ആ പോർട്ട്ഫോളിയോ മിനിസ്റ്റർഷിപ്പ് എടുത്തില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ത്രട്ടൺ ചെയ്തു, നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കംപ്ലീറ്റ് ഹിന്ദുക്കളെ ഉന്മൂലനാശനം ചെയ്യും. അപ്പൊ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇത് ആക്ച്വലി ഇതിൽ ഇൻട്രസ്റ്റ് ആയിരുന്നില്ല. അവർക്കൊക്കെ റിട്ടയർമെന്റ് സമയത്ത് ഒരു ബോട്ട് മുഴുവനും ഫുള്ളായിട്ട് ഗോൾഡ് കോയിനാ കിട്ടിയത്. അത്രയും പണം ഉണ്ടായിരുന്നു, പ്രതാപം ഉണ്ടായിരുന്നു, ആഡംബര ജീവിതം നയിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ പോയപ്പോ ഇവര് രണ്ടുപേരും വായല് എന്താണ് വൈക്കോൽ വെച്ചിട്ട് ആണ് പോയത്. അതായത് ഇത്രയും വലിയൊരു മഹാൻ ആയിട്ടുള്ള വ്യക്തിയുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ വായ തുറക്കല്ല വേണ്ടത്, നമ്മൾ സംസാരിക്കല്ല വേണ്ടത്, നമ്മൾ ശ്രവിക്കുകയാണ് വേണ്ടത്. നമ്മളുടെ അറിവും അറിവില്ലായ്മയും അവിടെ വെക്കുകയല്ല വേണ്ടത്. അപ്പൊ അവർക്കറിയാം ആരുടെ അടുത്തേക്കാ പോകുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും അങ്ങനെ വിചാരിക്കണം, നമുക്കൊന്നും അറിയില്ല. അതാണ് ശരിക്കുള്ള ഹ്യൂമിലിറ്റി. അറിഞ്ഞെങ്കിലും ശരി, നമ്മളുടെ ഒരു മുതിർന്ന അത് വരുമ്പോൾ നമ്മൾ അവിടെ എന്താണ് ചെയ്യുക, അവിടെ താഴ്ന്ന ലെവൽ എടുക്കണം. തീർച്ചയായിട്ടും എപ്പോഴും ഒരു ഡിവോട്ടി അങ്ങനെയാണ്. ഒരു ഡിവോട്ടി എന്ന് പറഞ്ഞാൽ ഹംബിൾ ആൻഡ് മീക്ക്. ഡിവോട്ടി കമ്മ്യൂണിറ്റിയിൽ, നോൺ ഡിവോട്ടി കമ്മ്യൂണിറ്റിയിൽ ഹംബിൾ ആൻഡ് മീക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. എക്സ്റ്റേണലി, ഇന്റേണലി ആയിരിക്കണം. അത് വളരെ അണ്ടർലൈൻ ചെയ്യേണ്ടതാട്ടോ. നമ്മൾ എപ്പോഴും ഹംബിൾ ആൻഡ് മീക്ക് ആയിരിക്കണം, എപ്പോഴും, എവിടെയും. പക്ഷേ വിത്തിൻ ഡിവോട്ടി കമ്മ്യൂണിറ്റിയിൽ അത് എക്സ്റ്റേണലിയും ഇന്റേണലി ആയിരിക്കണം. നോൺ ഡിവോട്ടി കമ്മ്യൂണിറ്റിയിൽ ഇന്റേണലി ആയിരിക്കണം, എക്സ്റ്റേണലി സമയം അനുസരിച്ചിട്ട് നമുക്ക് അവിടെ പെരുമാറണം. അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. കാരണം നോൺ ഡിവോട്ടി കമ്മ്യൂണിറ്റി ഇടയിൽ നമ്മൾ ഇടപഴകാൻ പോകുമ്പോൾ അവര് നമ്മൾ പറയുന്നതും അക്സെപ്റ്റ് ചെയ്യില്ല, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് കൊടുക്കുന്ന ആ ശിക്ഷണത്തിൽ എന്താ പറയുന്നത്? എക്സ്റ്റേണലി ബി എ ഗ്രോസ് മെറ്റീരിയലിസ്റ്റ്, ഇന്റേണലി യു ബി റിനൗൺസ്ഡ്. അതേപോലെ നമ്മളും ചെയ്യണം. കാരണം വെച്ചാൽ പൊതുസ്ഥലത്ത് പോകുമ്പോൾ നമ്മളുടെ ഈ മീക്ക് ആൻഡ് ഹംബിൾ ആറ്റിറ്റ്യൂഡൊന്നും അവർക്ക് പരിഹാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അവർക്കറിയില്ല, അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതുമല്ല, നമുക്ക് ഒരു സമൂഹത്തിലെ കാര്യങ്ങൾ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് നമുക്ക് എസ്പെഷ്യലി കലിയുഗത്തിലെ ഈ സമയത്ത് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എവിടെ വടിയെടുക്കണോ അവിടെ വടിയെടുക്കണം. പോലീസ് കള്ളന്മാരെ അയ്യോ പാവം ഞാൻ എങ്ങനെ അടിക്കുക, എനിക്ക് അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പോലീസിന് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അടിക്കണമെങ്കിൽ അടിക്കാനേ വേണം, ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കാനേ വേണം. ആ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ മാതാജി. ശ്യാമളമാ, വേറെന്തെങ്കിലും? ഓക്കെ, വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് റെഗുലർ ക്ലാസ്സിന്റെ ആ ശ്ലോകം വായിക്കാം. ഏതാണ്? 6 11. 6-11. നമ്മുടെ ഏതാണ് അധ്യായം? ധ്യാനയോഗം. ഓക്കെ, നമ്മള് ഭഗവത്ഗീത വായിക്കുമ്പോൾ ഒരു ശ്ലോകത്തിനെ മാത്രം പിടിച്ചിട്ട് അത് മനസ്സിലാക്കി വരാം. അതിന്റെ മുമ്പത്തെയും പിന്നത്തെയും നോക്കാം. പിന്നെ മുമ്പത്തെ ശ്ലോകങ്ങളും അല്ലെങ്കിൽ മുമ്പത്തെ അധ്യായങ്ങളും ആ കോണ്ടെക്സ്റ്റും എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഏതൊരു ശ്ലോകത്തിന്റെയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഏതൊരു ശ്ലോകത്തിന്റെയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അപ്പോൾ ഭഗവത്ഗീത ഏത് ശ്ലോകാണ് പരിഭാഷ സൂത്ര? ഭഗവത്ഗീതയിലെ പരിഭാഷ സൂത്രം ഏതാണ്? സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം പ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി. അപ്പോ അതിന്റെ വെളിച്ചത്തിലായിരിക്കണം നമ്മൾ ബാക്കി ആ പുസ്തകത്തിലെ കംപ്ലീറ്റ് ശ്ലോകങ്ങളും അതിന്റെ കാര്യങ്ങളും മനസ്സിലാക്കാൻ. ആ ശ്ലോകത്തിന്റെ ഉൾപ്പൊരുൾ എന്താണ്, അതിന്റെ ഉള്ളടക്കം എന്താണ്,
അതിന്റെ ബേസിസിലായിരിക്കണം ബാക്കിയെല്ലാം മനസ്സിലാക്കേണ്ടത്. അതാണ് പരിഭാഷ. അപ്പൊ നമ്മള് ഏതൊരു ശ്ലോകം വായിക്കുമ്പോഴും ഈ ഇത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. സർവധർമ്മൻ പരിത്യജ്യ മാം ഏകം ശരണം രജ. എല്ലാം ചെന്നെത്തിക്കുന്നത് ബാക്കിയുള്ള ഒരുപാട് ഭൗതിക തലത്തിലുള്ള സാമാന്യ തരത്തിലുള്ള ധർമ്മങ്ങളെ നമ്മൾ ത്യജിക്കണം. എപ്പോ ത്യജിക്കണം? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ത്യജിക്കാൻ മാത്രം പോരാ, അത് ത്യജിക്കാൻ പറയാൻ ഒരു കാരണമുണ്ട്. എപ്പോഴും നമുക്ക് ത്യജിക്കാൻ പറ്റുക? മാം മാം ഏകം ഏകം, ശരണം. എന്നെ മാത്രം ശരണം പ്രാപിക്കുമ്പോൾ. അങ്ങനെ പൂർണ്ണമായിട്ട് ഒരു ശുദ്ധഭക്തനായിട്ടുള്ള ആ ഒരു തലത്തിലേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമാന്യ ധർമ്മങ്ങൾ ചെയ്യേണ്ട ഒരു ഒബ്ലിഗേഷനും ഒരു കടമയും ഒരു കടപ്പാടും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ഭാര്യയായാലും ശരി, ഭർത്താവിനും ശരി, മക്കളായാലും ശരി, അച്ഛനും അമ്മയായാലും ശരി, സിറ്റിസൺ ആണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അവരവരുടെ കർത്തവ്യങ്ങൾ നിറവേറ്റണം. ടിൽ വെൻ, ഏത് സമയം വരെ? ഞാൻ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കാത്ത സമയം വരെ. ക്ലിയർ ആയ സംഗതി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ദേശകാല പാത്രം അനുസരിച്ച് ചെയ്യേണ്ട എല്ലാ ധർമ്മങ്ങളും, സാമാന്യ ധർമ്മങ്ങളും വലിയ ധർമ്മങ്ങളും എല്ലാം നമ്മൾ ചെയ്യണം. പിന്നെ ചെയ്യാൻ ബാധ്യസ്ഥരല്ല എപ്പോ ഒരു സന്യാസ ആശ്രമം എടുക്കുന്ന ആൾക്ക്. സന്യാസ ആശ്രമത്തിലുള്ള ആൾക്ക് ഒബ്ലിഗേഷൻസ് ഇല്ല. കാരണം അവര് സോഷ്യലി നിന്നെല്ലാം വിട്ടു നിൽക്കുകയാണ്. നമ്മൾ ഗൃഹസ്ഥാശ്രമമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നാട്ടിൽ നടക്കുന്ന ചില മര്യാദകളും ചില സംസ്കാരങ്ങളും ചില കൾച്ചറും ഇതെല്ലാം നമ്മൾ അതിൻ്റെ ഭാഗഭാക്കാണ്. അപ്പോൾ ടു ദ മിനിമം എക്സ്റ്റെൻറ്റ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അതിൽ വല്ലാണ്ട് ചെന്ന് ഇടപെടാൻ പാടില്ല. ഇടപെട്ടാൽ എന്തായി? നമ്മളതിൽ കുടുങ്ങിപ്പോവും. അപ്പൊ നമ്മളുടെ ഭക്തി ബാക്ക് സീറ്റാണ്. നമുക്ക് ഇമ്പോർട്ടൻസ് എന്താണ്? ഭക്തിയാണ്, അല്ലേ? അപ്പൊ ഭക്തിക്ക് പ്രയോറിറ്റി കൊടുക്കുക. മറ്റത് ജസ്റ്റ് ടു സ്റ്റേ ഇൻ ദ സൊസൈറ്റി, അതിനു വേണ്ടി മാത്രം സൊസൈറ്റിയിൽ നമ്മളുടെ പ്രസൻസിന്റെ ആവശ്യപ്രകാരം മാത്രം അതിൽ ഏർപ്പെടുക. നമ്മളൊരു സൊസൈറ്റിയിൽ നിന്ന് ഒരു ഔട്ട്കാസ്റ്റ് ആവാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് അതിനോട് താല്പര്യമില്ലാണ്ടായിട്ടില്ല. നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിലാണ്, നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സോഷ്യൽ അനിമലാണ്. അപ്പൊ അതുകൊണ്ട് ആ സൊസൈറ്റിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ചില കാര്യങ്ങളൊക്കെ അനിവാര്യമാണ്. അതനുസരിച്ചിട്ട് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം മാത്രം പോവുക. അതിൽ ആ ലക്ഷ്മൺ രേഖ വിട്ടിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട ആ ലക്ഷ്യം അവിടെ പാഴായി പോകും. നമ്മളുടെ പ്രയോറിറ്റി, നമ്മളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭക്തി മാർഗമാണ്. ഭക്തിയിൽ അത് എസ്പെഷ്യലി അത് നാമജപം, ഈ 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 കാര്യങ്ങൾ. രൂപഗോസ്വാമി 64 ഐറ്റംസ് തന്നതിൽ 5 കാര്യങ്ങളാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടത്. എസ്പെഷ്യലി ഇന്ന് കലികാലത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. എന്താണ് 5 കാര്യങ്ങൾ? നാമജപം, ശ്രീമൂർത്തി സേവ, നിത്യം ഭാഗവത സേവയ, പിന്നെ ധാമവാസ, സത്സംഗം. ആദ്യം സത്സംഗം, ഫസ്റ്റ് അസോസിയേഷൻ ഡിവോട്ടീസ്. അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം താനെ വന്നു തീർന്നു. സത്സംഗം അത്യാവശ്യം. എപ്പോ നമ്മൾ സത്സംഗം വിട്ടുവോ, ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം നമ്മൾ വിട്ടു നോക്കൂ, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വഴുതി വീഴും. ഈ സംസാര സാഗരം, അതിലത്തെ തിരമാലകൾ അത്രയും പവർഫുൾ ആണ്. നമ്മളെ ടോസ് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ടിടും. അപ്പൊ സത്സംഗാണ് അതിന്റെ ക്രക്സ്. അപ്പൊ സത്സംഗം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും, അതുകൊണ്ടാണ് ഈവൻ പ്രഭുപാദ പറയുന്നത്, ചിലപ്പോൾ ചില സമയത്ത് ഡിവോട്ടീസിന്റെ കൂടെ താമസിക്കാനും ജീവിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. നോൺ ഡിവോട്ടീസ് പിന്നെയും ഓക്കെയാണെന്ന് പറയും. ചില ആൾക്കാർ പറയും, അവർ ഡിവോട്ടിയായിട്ട് ഇങ്ങനെ പെരുമാറുന്നു, അവർ ഡിവോട്ടിയായിട്ട് ഇങ്ങനെ പറഞ്ഞു, അവർ ഡിവോട്ടിയായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ അവർ
എങ്കിലും കൂടിയിട്ട് നോൺ ഡിവോട്ടീസിന്റെ അടുത്ത് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയാലും ശരി, അത് എന്താണ്, അത് ഉള്ളിൽ നിന്ന് വരുന്നല്ല, ഉള്ളിൽ നിന്നല്ല വരുന്നത്, അത് എക്സ്റ്റേണലി മാത്രമാണ് വരുന്നത്. അറ്റ്ലീസ്റ്റ് ഡിവോട്ടീസ് പറഞ്ഞാൽ 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ആളായിരിക്കും. അറ്റ്ലീസ്റ്റ് ശ്രമിക്കുന്നു. അവർ അതിൽ മുഴുവനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് അവർ ചെയ്യുന്നു അല്ലെങ്കിൽ ശ്രമിക്കുന്നു. അപ്പൊ അവരുടെ കൂടെ പോകുമ്പോൾ നമുക്ക് റിസ്ക് ഫാക്ടർ കുറവാണ്. മറ്റത് നമ്മൾ ഭഗവാനിൽ നിന്ന് അകത്തി കൊണ്ടുപോകും. ഇത് നമ്മൾ ഭഗവാന്റെ അടുത്ത് തന്നെ ഇരുത്തും. നമുക്ക് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിരിക്കാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, നമ്മളുടെ ഈഗോ അവരുടെ ഈഗോയായിട്ട് ചേർന്ന് ഉണ്ടാവുന്നുണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ അവരുടെ അഭിപ്രായം നമ്മുടെ അഭിപ്രായം ചിലപ്പോൾ ഫൈറ്റിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, എങ്കിലും സ്റ്റേ വിത്ത് ഡിവോട്ടീസ് എന്നാ പറയുന്നത്. സ്റ്റേ വിത്ത് ഡിവോട്ടീസ് ബെറ്റർ ദാൻ സ്റ്റേയിങ് വിത്ത് ഗുഡ് നോൺ ഡിവോട്ടീസ്. ഗുഡ്, ഞാൻ അവിടെ അണ്ടർലൈൻ ചെയ്യാണ്. നല്ല നോൺ ഡിവോട്ടീസിന്റെ കൂടെ നിൽക്കുന്നേക്കാളും ചീത്ത ഡിവോട്ടീസിന്റെ കൂടെ നിൽക്കുന്നതാണ് നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിന് നല്ലത്. ഓക്കെ, അപ്പോൾ ധ്യാനം, അപ്പൊ ധ്യാന യോഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് റെലവെന്റ് ആണ് എല്ലാ സമയത്തും അല്ല. അതായത് സമയത്ത് മാത്രം, ദേശകാല പാത്രം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. ധ്യാന മാർഗത്തെ പറ്റിയാണ് ഈ അധ്യായം വിവരിക്കുന്നത്. അപ്പൊ എങ്ങനെ ധ്യാനം നന്നായിട്ട് ചെയ്യാം. അപ്പൊ ഇതില് ഈ ശ്ലോകത്തില് സുജൗദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരം ആസനം ആത്മന നാതി ഉച്ഛ്രിതം നാതി നീചം ശാലാജീന പുരുഷോത്തരം തത്രൈകാഗ്രം മന കൃത്വാ യഥാ ചിത്തേന്ദ്രിയ ക്രിയാം ഉപവിശ്യാസനേ യുഞ്ജ്യാത് യോഗം ആത്മാ വിശുദ്ധയേ. സുജാദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരം ആസനം ആത്മന നാതി ഉച്ഛ്രിതം നാതി നീചം ചൈലാജ്ഞാ കുശോത്തരം തത്രൈകാഗ്രം മന കൃത്വാ യഥാ ചിത്തേന്ദ്രിയ ക്രിയാം ഉപാവിശ്യാസനേ യുഞ്ജ്യാത് യോഗം ആത്മാ വിശുദ്ധയേ. മംഗളമാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുചൗ ദേശേ പ്രതിഷ്ഠാഭ്യേ സ്ഥിരം ആസന ആത്മനാ നാത്യുച്ഛ്രിതം നാധിനീചം ശൈലാജിന കുശോത്തരം തത്രൈകാഗ്രം മനഃ കൃത്വാ യദചിത്തേന്ദ്രിയ ക്രിയഃ ഉപവിശ്യാസനേ യുഞ്ജ്യാത് ഉദ്യോഗമവിശുദ്ധയേ. യോഗമാത്മ ഉദ്യോഗം എന്നാണ് അത് ഇവിടെ അത് ലാസ്റ്റ് ലൈനത്തെ മാതാജി ഇങ്ങോട്ട് കൊടുക്കും. യുഞ്ജ്യാത് യോഗമാത്മ വിശുദ്ധയെ. യുഞ്ജ യോഗ ആത്മാ വിശുദ്ധയെ. ആത്മം അവിശുദ്ധയെ എന്നാണ് അല്ലെ? അതെ, അല്ല അവിശുദ്ധ അല്ല, വിശുദ്ധയെ തന്നെയാണ്. ആത്മവിശുദ്ധയെ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഓക്കെ, ശ്യാമള മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യേ സ്ഥിരമാത്മ നാതൃച്ഛ്രിതം നാതിനീചം ചൈലാജിന കുശോത്തരം തത്രൈകാഗ്രം മനഃ കൃത്യോ യഥാ ചിത്തേന്ദ്രിയ ക്രിയഃ ഉപവിശ്യാസനേ യുജ്യ യോഗമാത്മവിശുദ്ധയേ. ഓക്കെ, സുചി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മന നാത്യുച്ഛ്രിതം നാതിനീചം ശൈലാജിന കുശോത്തരം തത്രൈകാഗ്രം മനഃ കൃത്വാ യദചിത്തേന്ദ്രിയ ക്രിയാ ഉപവിശ്വാസനേ യോഗമാത്മവിശുദ്ധയേ. ഹരേ കൃഷ്ണ. ഹരിബോൾ. പ്രദീപ് പ്രഭു. ഹരേ കൃഷ്ണ. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മന നാച്യുത്തിതം നാദിനീച്ചം ചൈലാജീന കുശോത്തരം തത്തേകാഗ്രം മനഃ കൃത്വാ യദചിത്തേന്ദ്രിയ ക്രിയാ ഉപവിശ്യാസനേ യുഞ്ജ്യ യോഗമാത്മവിശുദ്ധയേ. ഹരേ കൃഷ്ണ. സ്മിത മാതാജി.
ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാനസമാത്മനഃ നാത്രിച്ഛിതം നാദിനീചം ശൈലാജിന കുശോത്തരം തത്രൈകാഗ്രം മനഃ കൃത്വാ യതചിത്തേന്ദ്രിയക്രിയഃ ഉപവിശ്വാസനേ യുജ്യാത് യോഗാത്മാ വിശുദ്ധയേ. ഹരേ കൃഷ്ണ. അതിന്റെ ട്രാൻസ്ലേഷൻ കൂടി വായിച്ചോണം മാളവി. ഹരേ കൃഷ്ണ. വിവർത്തനം. യോഗ പരിശീലനത്തിനെ ഉദ്ദേശിക്കുന്നവർ ഒരു വിജന സ്ഥലത്ത് പോയി നിലത്ത് കുശപ്പുല്ല് വിരിച്ച് അതിനു മീതെ മാൻതോലും വസ്ത്രവും വിരിക്കണം. ഇരിപ്പിടം അത്യുന്നതമോ ഏറെ താഴ്ന്നതോ ആവരുത്. പരിസരം വിശുദ്ധമായിരിക്കണം. യോഗി ഈ ആസനത്തിൽ ഇരുന്ന് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ഏകാഗ്രചിത്തനായി ആത്മശുദ്ധീകരണത്തിനു വേണ്ടി യോഗമനുഷ്ഠിക്കണം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അപ്പോൾ യോഗ പ്രാക്ടീസ് ചെയ്യാനുള്ള മിനിമം ക്രൈറ്റീരിയ ആണ് ഇവിടെ പറയുന്നത്, എസ്പെഷ്യലി ഇൻ ദ അഷ്ടാംഗ യോഗ. അപ്പോൾ അതിന് ഉദ്ദേശിക്കുന്ന ഒരു യോഗി എവിടെ പോകണം? സെക്ലൂഡഡ് പ്ലേസ്. സെക്ലൂഡഡ് പ്ലേസ് പറഞ്ഞാൽ ആൾക്കാർ താമസമില്ലാത്ത സ്ഥലത്ത്, ആദ്യം മറ്റുള്ളവരുടെ ശല്യമില്ലാത്ത സ്ഥലത്ത്. കാരണം നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ പട്ടണത്തിലോ നഗരത്തിലൊക്കെ യോഗ പ്രാക്ടീസ് ചെയ്യാൻ പോയാൽ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും, അല്ലേ? ഒരുപാട് ഡിസ്റ്റർബൻസ്. നമ്മുടെ മനസ്സ് നമുക്ക് കേന്ദ്രീകരിക്കാൻ പറ്റില്ല. മനസ്സ് ഡിസ്റ്റർബ് ചെയ്യാത്ത ശാന്തമായിട്ടുള്ള അതായത് സത്വഗുണം എവിടെയാണോ ഉള്ളത് അവിടെ പോകണം. അതായിരിക്കണം ഫോറസ്റ്റ്. സത്വഗുണത്തിന്റെ ഒരു സ്ഥലമാണ്. വില്ലേജസ്, ബീച്ചസ്, നദീതീരങ്ങൾ, ഇതെല്ലാം എന്താണ്? മോഡ് ഓഫ് ഗുഡ്നെസ് ആണ്. നഗരം എന്താണ്? മോഡ് ഓഫ് പാഷൻ ആൻഡ് ഇഗ്നോറൻസ്. അപ്പോൾ നമ്മൾ എവിടെ പോകണം? സെക്ലൂഡഡ് പ്ലേസിൽ, വേർ നോ ഡിസ്റ്റർബൻസ് ആർ ദ, ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത ശാന്തമായിട്ടുള്ള സത്വഗുണത്തിലുള്ള ആ സ്ഥലത്ത് പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഷുഡ് ലേ കുശാഗ്രാസ് ഓൺ ദ ഗ്രൗണ്ട്. എന്താണ് കുശാഗ്രാസ് പറഞ്ഞാൽ? എന്തുകൊണ്ടാണ് കുശാഗ്രാസ് നമ്മൾ അവിടെ വിരിച്ചിട്ട് അതിന്റെ മീതെ ഇരിക്കണം എന്ന് പറയുന്നത്? എന്താണ് അതിന്റെ? അത് മറ്റു ജീവികളൊന്നും വന്നിട്ട് ഇതാക്കൂല, അതിന്റെ ആ സ്മെല്ല് എടുത്തിട്ട് അല്ലേ? അല്ല, അത് ഡിയർ സ്കിന്ന്, ടൈഗർ സ്കിൻ. അത് റെപ്റ്റൈൽസും മറ്റതും മറിച്ചൊക്കെ വരാതിരിക്കും. കുശാഗ്രാസിന്റെ എന്താണ് ഇമ്പോർട്ടൻസ്? കുശപ്പുല്ലെന്ന് പറയുന്നത് അതെ, അപ്പോ സത്വഗുണത്തിൽ ഇരിക്കാൻ വേണ്ടിട്ടാണ് പ്രഭുജി. കുശപ്പുല്ല് പവിത്രമായിട്ടുള്ളതാണ്. അതെ, അത് പവിത്രമായിട്ടുള്ള, നമ്മൾ പവിത്രമായിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അത് അതിന്റെ മീതെ ഇരിക്കാനുള്ള കാരണം അതിന്റെ മേലെ അതിനു മേലെ മാൻതോലും വസ്ത്രവും ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? ഉണ്ട്. അത് ഈ പുഴുക്കള് അങ്ങനത്തെ ഉള്ള ഇതൊക്കെ വരാണ്ടിരിക്കാൻ. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, മാൻതോലും മറ്റതും അങ്ങനത്തെ ഒക്കെ. അവര് വേംസും റെപ്റ്റൈൽസും പാമ്പ് അങ്ങനത്തെ ഒന്നും വരില്ല, അടുക്കില്ല. ഹരേ കൃഷ്ണ പ്രഭു. ഇതൊക്കെ ഈ കുശപ്പുല്ലിനെ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന മഹാവിഷ്ണുവിന്റെ കയ്യിലത്തെ രോമങ്ങളായിട്ടാണ് കരുതുന്നത് പറയുന്നത്. അല്ല, അത് ശരി, ഓക്കെ. അങ്ങനെയും പറയുന്നുണ്ട്. പിന്നെ ഈ ഈ പാമ്പ് അങ്ങനത്തെ ജീവികളൊന്നും വരത്തില്ല എന്നും പറയുന്നുണ്ട്. അതൊക്കെ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ടൈഗർ സ്കിന്ന്, ഡിയർ സ്കിന്ന്, അതൊക്കെ അവരെടുക്കില്ല, ഇതിന്റെ സ്മെല്ല് കാണും. പക്ഷെ കുശാഗ്രാസ് വിളിക്കുന്നത് നമ്മുടെ ബെയർ ഫ്ലോറിൽ, വെറും നിലത്ത് ഇരിക്കാൻ പാടില്ല. കാരണം നമ്മളുടെ ആർജിച്ചെടുത്തുള്ള ആ ശക്തിയില്ലേ, പവറ്, യോഗി പവറ്, മെഡിറ്റേറ്റ്, അത് ഭൂമിയിലേക്ക് എർത്തായിട്ട് കണക്ട് ആവും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ നിലത്തിരിക്കാൻ പാടില്ല, ഒരു ആസനം വിരിച്ചിരിക്കണം എന്ന് പറയുന്നത്. നമ്മളുടെ എനർജി താഴേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ആരതി ചെയ്യുമ്പോൾ ഒരു മാറ്റിട്ട് വിരിച്ചിരിക്കുന്നത്, ഒരു ഭാഗവതം ക്ലാസ് എടുക്കുമ്പോൾ ഒരു മാറ്റിട്ട് ഇരിക്കണേ. അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് ഇതാണ്, നമ്മളുടെ ആ ഒരു എനർജി താഴേക്ക് പോകാൻ, ഭൂമിയിലേക്ക് വലിച്ചെടുക്കാൻ പാടില്ല. സോ അതിന്റെ മീതാണെങ്കിൽ ഇറ്റ് വിൽ സ്റ്റേ ദർ. അപ്പോൾ അതാണ് അതിന്റെ കുശാഗ്രാസ്, അതിന്റെ ഇമ്പോർട്ടൻസ്. പ്ലസ് മാധവജി പറഞ്ഞ പോലെ ഡിയർ സ്കിൻ ആൻഡ് എ സോഫ്റ്റ് ക്ലോത്ത്. സോഫ്റ്റ് ക്ലോത്ത് കാരണം തീർച്ചയായിട്ടും നമുക്ക് ഇരിക്കാനുള്ളൊരു കംഫർട്ടബിള്. ഡിയർ സ്കിൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ റെപ്റ്റൈൽസ്, വേംസ്, ഇൻസെക്ട്സ്, ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിയർ സ്കിന്ന്. ഓക്കെ,
അതാണ്. അപ്പൊ അങ്ങനെ ഒരു സെക്യൂർഡ് പ്ലേസിൽ ശാന്തമായിട്ടുള്ള മോഡ് ഓഫ് ഗുഡ്നെസ്സിലുള്ള സ്ഥലത്ത് പോയിട്ട് ഒരു യോഗി ഉഷാഗ്രാസ് വിരിച്ച് അതിൻ്റെ മീത ഡിയർ സ്കിൻ സോഫ്റ്റ് ക്ലോത്ത് വിരിച്ച് അതിൽ ഇരിക്കണം. ദ സീറ്റ് ഷുഡ് ബി നീദർ ടു ഹൈ നോട്ട് ടു ലോ. വളരെ ഉയരം പാടില്ല, വളരെ താഴെയും പാടില്ല. ഇതൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ് യോഗ അഭ്യാസത്തിന്റെ. ആൻഡ് ഷുഡ് ബി സിറ്റുവേറ്റഡ് ഇൻ എ സേക്രഡ് പ്ലേസ്. സേക്രഡ് പ്ലേസ് പറഞ്ഞാൽ നല്ല ശൗചം, ശുചിത്വമുള്ള സ്ഥലം. കാരണം നമ്മളുടെ എൻവയറമെന്റ്, നമ്മുടെ അറ്റ്മോസ്ഫിയർ, നമ്മുടെ സറൗണ്ടിങ് എങ്ങനെ, അത് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ബാധിക്കും. ഒരു കച്ചറ സ്ഥലത്ത് പോയിട്ടിരിക്കുകയാണ്, എല്ലാം ഡേർട്ടിയാണ്. അവിടെ പോയിട്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സെന്തായിരിക്കും? നേരെ മറിച്ച് സെറീൻ അറ്റ്മോസ്ഫിയർ, നല്ല നദി, നല്ല വൃക്ഷങ്ങളും ചെടികളും പൂക്കളും ഒക്കെ, നല്ല ഗുഡ് ബ്രീസ്, അങ്ങനെ അവിടുത്തെ ചെല്ലുന്നിരിക്കുമ്പോൾ നമുക്ക് എന്തൊരു ശാന്തി സമാധാനം കിട്ടും അല്ലേ? ചില സ്ഥലത്ത് പോയാൽ നമുക്ക് ഓടി പോരാൻ തോന്നും. ചില സ്ഥലಕ್ಕೆ അവിടുന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാണ്. ചില സ്ഥലത്ത് പോയാൽ വീണ്ടും വീണ്ടും അവിടുന്ന് പോരാൻ തോന്നുന്നില്ല. കാരണം എന്താണ്? സേക്രഡ് പ്ലേസ്, മോഡ് ഓഫ് ഗുഡ്നെസ് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതാണ് സേക്രഡ് പ്ലേസ് ആയിരിക്കണം, ഓസ്പീഷ്യസ് ആയിരിക്കണം. ദ യോഗി ഷുഡ് ദെൻ സിറ്റ് ഓൺ ഇറ്റ് വെരി ഫേംലി. നമ്മൾ ഈസി ചെയറിൽ പോലെ ഇരിക്കുന്ന പോലെ ഒന്നും ഇരുന്നാൽ പോരാ, ഫേം ആയിരിക്കണം, വിത്തൗട്ട് എനി ബാക്ക് സപ്പോർട്ട്, സ്ട്രെയിറ്റ് ആയിട്ട് ഇറക്റ്റ് ആയിട്ട് ഇരിക്കണം. ആൻഡ് പ്രാക്ടീസ് യോഗ ടു പ്യൂരിഫൈ ദ ഹാർട്ട്. എന്തിനാണ് യോഗ പ്രാക്ടീസ് ചെയ്യേണ്ടത്? നമ്മളുടെ ഹൃദയത്തിന്റെ കൽമശങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ടു പ്യൂരിഫൈ ദ ഹാർട്ട്. അതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചാലാണ് നമുക്ക് ഭഗവാനിലേക്ക് കേന്ദ്രീകരിക്കാൻ പറ്റും നമ്മുടെ മനസ്സ്. ബൈ കൺട്രോളിങ് ദ മൈൻഡ്, സെൻസസ് ആൻഡ് ആക്ടിവിറ്റീസ് ആൻഡ് ഫിക്സിംഗ് ദ മൈൻഡ് ഓൺ ദ പോയിന്റ്. ഏതാണ് പോയിന്റ്? നമ്മളുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന പരമാത്മാവ്. ഇതാണ് മിനിമം ക്രൈറ്റീരിയ. സോ സേക്രഡ് പ്ലേസ് റിഫേഴ്സ് ടു പ്ലേസസ് ഓഫ് പിൽഗ്രിമേജ്. ഒരുപാട് ഭഗവാന്റെ ലീലകൾ നടന്നിട്ടുള്ള ധാമങ്ങളുണ്ട്, അവിടെ പോയിരിക്കാം. അവിടെ നദീതീരത്ത് പോയിരിക്കാം. അതുകൊണ്ടാണ് വൃന്ദാവനത്തിൽ ഇപ്പോൾ ധ്രുവ മഹാരാജ് എവിടെയാണ് മെഡിറ്റേഷന് പോയത്? മധുവനം അല്ലെ? വനം, എ പ്ലേസ് ഇൻ ദ മോഡ് ഓഫ് ഗുഡ്നെസ്. അതേപോലെ റിവേഴ്സ്, സേക്രഡ് റിവേഴ്സ്, അതിൻ്റെ ആ തീരത്ത് അങ്ങനെയുള്ള സ്ഥലം ആണ്. അപ്പൊ ഒരുപാട് പിൽഗ്രിമേജ് ധാമങ്ങളുണ്ട്. അവിടെയൊക്കെ നല്ല ഒരു കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ ആണ് പ്രാക്ടീസ് ചെയ്യാൻ യോഗ. The transcendentalists or the devotees all leave home and reside in sacred places such as Prayaga, Mathura, Vrindavana, Rishikesha, and Hardwar, and in solitude practice yoga where the sacred rivers like the Yamuna and the Ganges flow. അപ്പൊ നമ്മളൊരു ഗ്രൂപ്പായിട്ട് പോയിട്ട് മെഡിറ്റേഷൻ പോകാൻ പറ്റുമോ? നമ്മൾ അഷ്ടാംഗ യോഗം ചെയ്യാൻ പോവാണ്, ഗ്രൂപ്പായിട്ട് പോവാണ്, പറ്റില്ല. ഓക്കെ, നമ്മളെല്ലാം ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ ഒരു ഡിസ്റ്റർബൻസ്. അവിടെ ഗ്രാമ്യകഥ പറയാനല്ല പോകുന്നത്, ഗ്രാമ്യകഥ പറയാനും ഗ്രാമ്യകഥ കേൾക്കാനല്ല പോകുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ അവനവന്റെ പ്ലെയിൻ പറപ്പിക്കണം എന്നാ പറയുന്നത് പ്രഭാത. ഓരോരുത്തരും അവനവന്റെ പ്ലെയിൻ പറപ്പിക്കണം. ഒരാള് വന്ന് നമ്മൾ സഹായിക്കില്ല. അപ്പൊ നമ്മള് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മള് ഇൻഡിവിജ്വലായിട്ട് പോകണം, ഒരു ഡിസ്റ്റർബൻസും പാടില്ല. അപ്പൊ ഇങ്ങനത്തെ ധാമങ്ങളിൽ പോവാം, നല്ലതാണ്. കാണിച്ചാൽ ഒരു പോസിറ്റീവ് എനർജിയാണ് ആയിരിക്കും അങ്ങനത്തെ സ്ഥലത്ത്. നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കില്ല. ബട്ട് ഓഫൺ ദിസ് ഈസ് നോട്ട് പോസിബിൾ, എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത്. ഇപ്പോ ഈവൻ പ്രയാഗാലും ശരി, മധുരയിലും ശരി, വൃന്ദാവനും ശരി, എല്ലാം കമേഴ്ഷ്യലൈസ്ഡായി, എല്ലാം ബിസിനസ് മെന്റാലിറ്റി ആയി. അവിടെയും നമുക്ക് ശാന്തി സമാധാനം കിട്ടില്ല. പിന്നെ പോണം വല്ല ഹിമാലയൻ കേവിന്റെ അതിനുള്ള ധൈര്യം നമുക്കില്ല. ഇപ്പൊ അവിടേക്ക് എത്തി പിടിച്ച് ആരുമില്ല, നമുക്ക് പേടി, അങ്ങനെ അവിടെ പോകാനുള്ള പേടിയുണ്ട്. അപ്പൊ ആണ്. ബട്ട് ഓഫൺ ദിസ് ഈസ് നോട്ട് പോസിബിൾ, എസ്പെഷ്യലി ഫോർ വെസ്റ്റേണേഴ്സ്. എന്തുകൊണ്ടാണ് പ്രഭുപാദം ഇങ്ങനെ വെസ്റ്റേണേഴ്സ് പറയുന്നത്? കാണിച്ചാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇത് കേട്ടിട്ടും കണ്ടിട്ടുമുള്ള ശീലമെങ്കിലും ഉണ്ട്. നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ വെസ്റ്റേണേഴ്സിന് ഇങ്ങനത്തെ യാതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ. കാരണം ഇത് പ്രഭുപാദ പ്രചരിപ്പിക്കുന്നത് വെസ്റ്റേൺ കൺട്രീസിനാണ്. ഇത് പ്രഭുപാദ പബ്ലിഷ് ചെയ്തിരിക്കുന്ന തന്നെ, ഇത് എഴുതി കഴിഞ്ഞിരിക്കുന്ന ഓസ്ട്രേലിയയിലോ അവിടെ വെച്ചിട്ടാണ്.
ഇത് തുടങ്ങിയത് അമേരിക്കയിലാണെങ്കിലും കൂടിയിട്ട്. അപ്പോ ആ ഒരു സമയത്ത് പ്രഭുപാദർ ഡിസൈപ്പിൾസിന്റെ മനസ്ഥിതി മനസ്സിലാക്കിയിട്ടാണ് പ്രഭുപാദർ പറയുന്നത്, എസ്പെഷ്യലി ഫോർ വെസ്റ്റേണേഴ്സ്. ഭാരതീയർക്ക് പിന്നെയും അറ്റ്ലീസ്റ്റ് അത് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇങ്ങനെ അവര് യോഗികളുണ്ട്, അവർ കാട്ടിൽ പോവും, ധ്യാനിക്കാൻ പോവും, പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലുണ്ട്. അവർക്ക് അതറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ അവർക്ക് അപരിചിതമാണ്, അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. The so-called yoga societies in big cities may be successful in earning material benefit, but they are not at all suitable for the actual practice of yoga. അപ്പൊ ഇന്നത്തെ കാലത്ത് കാണുന്ന യോഗ അഭ്യാസങ്ങള്, യോഗ സ്റ്റുഡിയോസ്, ഇതെല്ലാം മെറ്റീരിയലി നല്ലതായിരിക്കും, സക്സസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ എന്താണ് മെറ്റീരിയൽ ബെനിഫിറ്റ്? പൈസ ഉണ്ടാക്കണം പെട്ടെന്ന്. പല പല 6 days കോഴ്സ്, 1 month കോഴ്സ്, 6 months കോഴ്സ്, 1 year കോഴ്സ് ഒക്കെ പറഞ്ഞിട്ട് അവർ പുതിയ പുതിയ നാടകങ്ങൾ കാണിക്കും, അഡ്വർടൈസ്മെന്റ്. അതിൽ പാവങ്ങൾ വീഴും, ചെന്ന് പൈസ കൊടുക്കും, എന്നിട്ട് പോവില്ല. എത്രയോ ആൾക്കാർ ജിമ്മിലൊക്കെ കൊണ്ടുപോയിട്ട് സബ്സ്ക്രിപ്ഷൻ എടുക്കും, പോവില്ല അല്ലേ? അതേപോലെ ഇതൊക്കെ മെറ്റീരിയലി നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഇടപാടാണ് ഇന്നത്തെ യോഗ സിസ്റ്റം. വളരെ കുറച്ച് പേരാണ്, അഥവാ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തന്നെ അവർ വളരെ കുറച്ച് പേരെ അതിൽ സ്റ്റിക്ക് ചെയ്യുള്ളൂ. ബാക്കിയൊക്കെ 1-2 പ്രാവശ്യം പോയി എനിക്ക് വയ്യ, എന്തെങ്കിലും മുടന്തന്യായങ്ങൾ പറഞ്ഞവർ നിർത്തും. അപ്പോൾ ഇറ്റ്സ് മണി മേക്കിംഗ് ബിസിനസ്, not the actual practice of yoga. One who is not self-controlled and whose mind is not undisturbed cannot practice meditation. ഏതൊരു വ്യക്തിയാണ് സമോദമസ്, അതായത് സെൽഫ് കൺട്രോൾ, സെൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവർക്കിത് പറഞ്ഞതല്ല. Therefore, in the Brahan Naradiya Purana, it is said that in Kali Yuga, the present Yuga or age, when people in general are short-lived, slow in spiritual realization, and always disturbed by various anxieties, the best means of spiritual realization is chanting the holy name. Especially Kali Yugathil ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഈ അഷ്ടാംഗ യോഗ പ്രാക്ടീസ് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതാണ് ഭാഗവതത്തില് സുഖദേവ ഗോസ്വാമി പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രായേന അല്പായുഷ സഭ്യ. അവിടെ പറഞ്ഞില്ലേ, ജനറൽ പീപ്പിൾ ഇൻ ജനറൽ ഷോർട്ട് ലിവ്ഡ്, പ്രായേന അല്പായുഷ. കലൗ അസ്മിൻ യുഗേ ജനഃ മന്ദാഹ സുമന്ദമന്ദയോ മന്ദഭാഗ്യോ ഉപദ്ര. സ്ലോ ഇൻ സ്പിരിച്വൽ. എന്താണ് സ്പിരിച്വൽ റിയലൈസേഷൻ സ്ലോ ആവാൻ കാരണം? and always disturbed by various anxieties. കാരണം നമ്മളുടെ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമല്ല കലിയുഗത്തിൽ, സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. ആക്ച്വലി നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം പറഞ്ഞാൽ സെൽഫ് റിയലൈസേഷനാണ്. അത് മാറിയിട്ട് സെൻസ് ഗ്രാറ്റിഫിക്കേഷനായി. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും. സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മളുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്തായി, എപ്പോഴും ആങ്സൈറ്റി ആയി, എപ്പോഴും നമ്മുടെ മനസ്സ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്കൊരു നല്ല ജോലി കിട്ടണം, ജോലി കിട്ടില്ല. ഓക്കെ, നല്ലൊരു വീടുണ്ടാവണം, വീട് കിട്ടില്ല. നല്ലൊരു കാർ വേണം, കിട്ടില്ല. നല്ലൊരു സ്പൗസിനെ വേണം, കിട്ടില്ല. നല്ല മക്കളെ വേണം, കിട്ടില്ല. നമ്മളൊന്നും ആഗ്രഹിച്ച് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആങ്സൈറ്റി, എപ്പോഴും ആങ്സൈറ്റി ആയിരിക്കും. എപ്പോഴും നമ്മുടെ മനസ്സ് നമ്മളെ വിഷമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് കലിയുഗത്തില് ഈ യോഗാഭ്യാസം ചെയ്യാതിരിക്കുകയാണ് പറ്റി. അപ്പൊ എന്താണ് അതിന് പകരം ചെയ്യുക? ചാൻഡിങ് ദ ഹോളി നെയിം ഓഫ് ദ ലോർഡ്, നാമജപം. അത് തന്നെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണനും പറഞ്ഞിരിക്കുന്നത്. യജ്ഞാനാം ജപ യജ്ഞോസ്മി. എല്ലാ യജ്ഞങ്ങളിലും ഏറ്റവും നല്ലത് ജപയജ്ഞം. യജ്ഞം പറഞ്ഞാൽ സാക്രിഫൈസ്. അപ്പോ ജപയജ്ഞം ചെയ്യുക, അല്ലാതെ ധ്യാനം അല്ലെങ്കിൽ ഹോമയജ്ഞാദികളോ അല്ലെങ്കിൽ എലോബറേറ്റ് ടെമ്പിൾ വർഷിപ്പോ ഇതൊന്നും കലിയുഗത്തിൽ പറഞ്ഞല്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതാണ് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഈ കാലത്തിന് ഉതകുന്നതല്ല മറ്റ് പ്രോസസ്സുകൾ.
നമുക്ക് ഏറ്റവും ഉതകുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമുക്ക് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. യജ്ഞം, നാമജപ യജ്ഞം. അത് വീണ്ടും ആവർത്തിച്ച് ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു മന്ത്രജപത്തിലൂടെ നമ്മുടെ ആ ഒരു മനസ്സിന്റെ ശുദ്ധീകരണം നടക്കും. എന്താണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓക്കെ, അതാണ് പറയുന്നത്. ഹരേർനാമ ഹരേർനാമൈവ കേവലം കലം നാസ്തിയേവ ഗതിരന്യത. ബൃഹത് നാരദീയ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഹരേർനാമ ഹരേർനാമൈവ കേവലം. ഹരിനാമം അല്ലാതെ 3 തവണയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഏതൊരു കാര്യമാണ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എംഫസൈസ് ചെയ്യാൻ വേണ്ടി, സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വീണ്ടും ആവർത്തിക്കുക. ഹരേർനാമൈവ കേവലം മാത്രം, വേറൊന്നുമില്ല. ബാക്കിയൊക്കെ നമ്മൾ എന്ത് പ്രോസസ്സ് കണ്ടാലും ശരി, അതെല്ലാം എന്താണ്? നമ്മളുടെ ഒരു കോൺകോക്ഷൻ ആണ്, നമ്മളുടെ സ്പെക്കുലേഷൻ ആണ്. അത് ബെനിഫിറ്റ് ഉണ്ടാക്കില്ല. ഭഗവാൻ സ്വയം പറയുന്നു, ചൈതന്യ മഹാപ്രഭു സ്വയം പറയുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയൊരു പ്രോസസ്സ് ഡിവൈസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് നമ്മളത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് ബെനിഫിറ്റ് ഉണ്ടാവില്ല. നമ്മളുടെ സമയം മാത്രം വേസ്റ്റ് ആവും. ശ്രമ ഏവൈഹി കേവലം. അത് 3 തവണ റിപ്പീറ്റ് ചെയ്യാനുള്ള കാരണം അതിന്റെ ഇമ്പോർട്ടൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പിന്നെന്താ പറയുന്നത്? കലവ് എന്ന് പറഞ്ഞാൽ കലിയുഗത്തില് നാസ്തിയേവ ഇതല്ലാതെ ഗത് അന്യത, ഒരു വഴിയില്ല. അപ്പൊ ഇതിലും മീതെ എന്താണ് നമുക്ക് തെളിവ് വേണ്ടത്? കലിയുഗത്തിലെ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഹരിനാമമല്ലാതെ വേറെ ഒരു വഴിയുമില്ല എന്ന് ബൃഹത് നാരദീയ പുരാണത്തിൽ പറയുന്നു. ഇത് നമുക്ക് ചൈതന്യ മഹാപ്രഭു വീണ്ടും ഇത് ഉദ്ഘോഷിക്കുന്നു. ചൈതന്യ ചരിതാമൃതത്തിലും ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും എല്ലാറ്റിലും ഇത് വീണ്ടും ആവർത്തിക്കും. പ്രഭുപാദ പല പർപ്പോട്ടിലും ഈ കൊട്ടേഷൻ എപ്പോഴും പ്രഭുപാദ റിപ്പീറ്റ് ചെയ്യും. So in this age of quarrel and hypocrisy, the only means of deliverance is chanting the holy name. എന്തുകൊണ്ട് മറ്റുള്ള ആ പ്രോസസ്സുകൾ, മറ്റുള്ള വിധികൾ നടക്കില്ല? കാരണം ഈ കലിയുഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ക്വാറൽ ആൻഡ് ഹിപ്പോക്രസി, കലഹം, കാപട്യം. ഇതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ ഈ കലഹവും കാപട്യം നിറഞ്ഞിരിക്കുന്ന ഈ കലിയുഗത്തില് നമുക്ക് ധ്യാനയോഗമോ, ഒരു മിനിറ്റ് കേട്ടോ, ജസ്റ്റ് 1 സെക്കൻഡ്. ഹരേ കൃഷ്ണ. അപ്പോ ഇവിടെ പറയുന്നത്, ഇൻ ദിസ് ഏജ് ഓഫ് ക്വാറൽ ആൻഡ് ഹിപ്പോക്രസി ദ ഓൺലി മീൻസ് ഓഫ് ഡെലിവറൻസ് ഈസ് സ്റ്റാൻഡിങ് ദ ഹോളി നെയിം ഓഫ് ദി ലോർഡ്. കലഹം കാപട്യം നിറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് മറ്റുള്ള യുഗങ്ങളിലെ ഒരു പ്രോസസ്സും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളുടെ ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് നമ്മളെ നാമജപം മാത്രം ചെയ്താൽ മതി. ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും. ദർ ഇസ് നോ അതർ വേ 3 പ്രാവശ്യം, ഒരു വഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ഈ ശ്ലോകത്തിന്റെ ബ്രീഫ് ആയിട്ടുള്ളത്. എന്തെങ്കിലും പോയിന്റ്സ് ഓർ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ട് ഇതില്? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. പേരും ഈ മതി. കാര്യത്തിലാണല്ലോ പോണം പ്രഭു. എന്താ പറഞ്ഞ? കൂടുതല് പേർക്കും താല്പര്യം മെഡിറ്റേഷനും ധ്യാനം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുകയാണല്ലോ. എന്നിട്ടും അതിന് സുഹൃത്തി വേണ്ട മാതജി എല്ലാവർക്കും. കാരണം ഞാൻ പറഞ്ഞ പ്രഭുപാദ പറയുന്ന ഒരു കാര്യം നമ്മൾ ഓർക്കണം. റിപ്പോർട്ടേഴ്സ് ചോദിച്ചു, പ്രഭുപാദ അങ്ങയുടെ മൂവ്മെന്റിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ബാക്കിയുള്ള ചില സ്പിരിച്വൽ മൂവ്മെന്റിൽ ഇഷ്ടം പോലെ ആൾക്കാരാണ്.
thousands and millions of devotees. അപ്പൊ പ്രഭാത് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഒരുപാട് ഗോൾഡ് ഷോപ്പ് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് ഗോൾഡ് ഷോപ്പ് കണ്ടിട്ടുണ്ടാവും. പ്രീഷ്യസ് സ്റ്റോൺസ്, ഇത് പ്രീഷ്യസ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പിടിച്ചത് രത്നം പിട്ട, അതായത് വൈരക്കല്ലുകളും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള രത്നങ്ങൾ വിൽക്കുന്ന ഷോപ്പ് വളരെ കുറവായിരിക്കും. ഇവിടെ എത്ര ഗോൾഡ് ഷോപ്പ് ഉണ്ടായിട്ടും തിരക്ക് അവിടെ കൂടുതലായിരിക്കും. ഇവിടെ എന്താണ്? തിരക്ക് കുറവായിരിക്കും. ചിലപ്പോൾ ഹാർഡ്ലി ഒരു 100 ഗോൾഡ് ഷോപ്പ് ഉണ്ടെങ്കിൽ പ്രീഷ്യസ് സ്റ്റോൺ നിൽക്കുന്ന ഒരു ഷോപ്പായിരിക്കും. അവിടെ തിരക്കുണ്ടായി. എന്താ കാരണം? അത്രയും വാല്യൂബിൾ ആണ്. അതെല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഈ ചൈതന്യ മഹാപ്രഭു നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു സിസ്റ്റം, ഈ ഒരു പ്രോസസ്സ് പറഞ്ഞ അത്രയും വാല്യൂബിൾ ആണ്. അത്രയും സുഹൃതി കിട്ടിയവർക്ക് മാത്രമേ ഇത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് പേടിക്കണ്ട. ഇത് ആർക്ക് കിട്ടിയോ അവർ ഭാഗ്യവന്മാരാണ്. മറ്റവർക്ക് അവരുടെ പോവില്ല, എന്ത് പറഞ്ഞാലും പോവില്ല. കാരണം തമോ ഗുണത്തിലും രജോ ഗുണത്തിലും നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത് ശരിക്കും ഇതിന്റെ തത്വം മനസ്സിലാക്കണമെങ്കിൽ ഇത് വെറുതെ അല്ല പറയുന്നത്. അത് ബൃഹൻ നാരദീയ പുരം, നാരദ മഹർഷിയാണ് പറയുന്നത്. ഹരനാമ ഇവ കേവലം. ഭക്തരുടെ എന്താണ് ആ ഉച്ച ശ്രേണിയിലിരിക്കുന്ന നാരദ മഹർഷിയാണ് പറയുന്നത്. കലൗ നാസ്തിയേവ ഗതൻ. അപ്പൊ എല്ലാവർക്കും എന്താണ് ആകർഷിക്കപ്പെടുന്നു? എല്ലാവരും യോഗ, കുറെ നേരമൊക്കെ ഇങ്ങനെ ഇരുന്നു, കുറച്ച് കഴിഞ്ഞ് കടന്നു, കുറച്ച് എഴുന്നേറ്റു, 4 ചാട്ടം ചാടി. ഓക്കെ, അത് ഞാൻ എല്ലാം അറ്റൈൻ ചെയ്തുകൊണ്ട്. അപ്പോൾ എന്താണ്? അതിശയ ഭക്തിയാണ് കൂടുതൽ. അതിശയ ഭക്തിയിലാണ് കൂടുതൽ ആൾക്കാരും അട്രാക്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇതെന്താ? യെസ് പ്രഭു, ഇത് ഏത് യുഗത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത് നിർദ്ദേശിച്ചിട്ടുള്ളത്? അപ്പൊ ശരിക്കും പറഞ്ഞാൽ നാമജപം എല്ലാ യുഗത്തിലും ഉണ്ട്. അതല്ല, ഈ ധ്യാനം അത് 2ാമത്തെ യുഗം, അല്ല ആദ്യത്തെ യുഗം, സത്യയുഗം. 2ാമത്തെ യുഗത്തിൽ ഹോമയജ്ഞങ്ങൾ. 3ാമത്തെ യുഗത്തില് എലാബറേറ്റ് ടെമ്പിൾ വർഷിപ്പ്. നമ്മളിപ്പോൾ പോകുന്ന ടെമ്പിൾ വർഷിപ്പ് അല്ല. രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ വേദമന്ത്രങ്ങൾ ഉരുവിട്ട് ഭഗവാനെ ഉപാസിക്കുന്ന ഒരിത്. ഇന്ന് നമ്മൾ റിക്ഷയിൽ പോവും, അല്ലെങ്കിൽ കാറിൽ പോവും, ഇറങ്ങി തൊഴുതു, വീട്ടിൽ കുറച്ച് പൈസ ഇട്ടു, അടുത്ത ടെമ്പിളിൽ പോയി. നമ്മൾ വൃന്ദാവനിലും മായപ്പൂരും മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുന്നില്ലേ? മാക്സിമം കവർ ചെയ്യാൻ നോക്കാം. ഇതൊന്നും ടെമ്പിൾ വർഷിപ്പിൽ പെട്ടതല്ല. ഇതൊക്കെ ഒരു പിക്നിക് പോലെ നമ്മൾ പോകുന്നു. അത് ഓഫ് കോഴ്സ് അവിടെ പോകുന്നതിന്റെ ഗുണം കാര്യങ്ങളും കിട്ടും. പക്ഷെ അന്നത്തെ കാലത്ത് പറഞ്ഞ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് വേദമന്ത്രങ്ങൾ ചൊല്ലി അതൊക്കെ ഭഗവാനെ പ്രീതിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മളിത് 10 മിനിറ്റ് പോയാൽ പോയി അത്ര. അപ്പൊ അതുകൊണ്ട് അതും നമുക്ക് പ്രോപ്പർലി ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതെല്ലാം ചെറിയൊരു സപ്ലിമെന്റ് ആയിട്ട്, ചെറിയൊരു ഐറ്റം ആയിട്ട് നമ്മളുടെ ഈ ഉപാസനയിൽ പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രം. ഇത് സപ്ലിമെന്റ് ആയിട്ട്. പക്ഷെ മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്താണ്? ഇപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്താണ്? ചോറും കറി. ബാക്കി അവിയല, എന്താ പറയുക, അച്ചാറ്, പപ്പടം, അതൊക്കെ കുറച്ച് ആയിട്ടുണ്ടോ. മെയിൻ സ്റ്റേപ്പിൾ ഫുഡ് എന്താണ്? ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി അല്ലേ? അതേപോലെ കലികാലത്തിൽ മെയിൻ ആയിട്ടുള്ള എന്താണ്? നാമജപം. ബാക്കിയൊക്കെ അച്ചാറ് പോലെ തൊട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അതായത് ടെമ്പിൾ വേർഷിപ്പും അതേപോലെ യോഗ പ്രാക്ടീസും അതേപോലെ ഹോമങ്ങളും യജ്ഞങ്ങളും ഒക്കെ അതൊക്കെ സപ്ലിമെന്റുമാണ്. മെയിൻ എന്താണ്? നാമജപം. അതുകൊണ്ടാണ് പ്രഭാത് പറയുന്നത് 99% നമ്മളുടെ ആധ്യാത്മിക ആ ഒരു ഉന്നമനം, ഒരു ഉന്നതി എന്തിനെ ആശ്രയിച്ചിരിക്കും? നമ്മളുടെ നാമജപത്തിനെ ആശ്രയിച്ചിരിക്കും. 99%. ബാക്കിയുള്ളൂ 1% ഉള്ളൂ ഈ സപ്ലിമെന്റ്സ്. ഒറ്റ % ഉള്ളൂ. 99% നമ്മൾ ഇതിൽ ഉറച്ചിരിക്കണം. അതിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. അപ്പൊ അതിന് ക്വാളിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ് സപ്ലിമെന്റ് ആയിട്ട് നമ്മൾ ആരിത് ചെയ്യുന്നു. സപ്ലിമെന്റ് ആയിട്ട് നമ്മൾ ചില യജ്ഞങ്ങളോ ഹോമങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നത്. നാമജപത്തിന്റെ ഇന്റൻസിറ്റിയും ആ ഒരു ക്വാളിറ്റിയും കൂട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇതെല്ലാം വളരെ ചീപ്പായിട്ട് എടുക്കുന്നു. നമ്മൾ വാട്സാപ്പ് നോക്കുന്നു, അപ്പൊ നാമം ജപിക്കുന്നു. TV നോക്കുന്നു, അപ്പൊ നാമം ജപിക്കുന്നു. പേപ്പർ വായിക്കുന്നു, അപ്പൊ നാമം ജപിക്കുന്നു. അതൊക്കെ ചെയ്യാം, അതൊന്നും തെറ്റൊന്നുമില്ല. നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും നാമം ജപിക്കാം. പക്ഷെ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ കമ്മിറ്റ് ചെയ്തുള്ള 16 മാല അത് വേറൊരു ഡിസ്റ്റർബൻസും ഇല്ലാണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ജപം നിങ്ങൾ എന്ത് വേണമെങ്കിൽ
ചെയ്യുമ്പോൾ ചെയ്തോളൂ. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴോ, കുട്ടികളെ നോക്കുമ്പോഴോ, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴോ, വാട്സാപ്പ് നോക്കുമ്പോഴോ മനസ്സിൽ അത് 24 മണിക്കൂർ നമ്മൾ ജപിക്കണമെന്നാണ്. പക്ഷെ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മളൊരു കമ്മിറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെന്താ എന്താണ്, അതില് ഒരു ഇന്ററപ്ഷനും പാടില്ല. പൂർണ്ണമായിട്ടും നമ്മളും ഭഗവാനും തമ്മിലുള്ള ഒരു മീറ്റിംഗ് ആണ് ആ സമയത്ത്. പൂർണ്ണമായിട്ടും നമ്മുടെ വീട്ടിലെ ഒരു അതിഥിയെ നമ്മൾ വിളിക്കുകയാണ്, വരികയാണ്. അപ്പോൾ ആ അതിഥി നമ്മുടെ വീട്ടിലുള്ള സമയത്ത് നമ്മൾ അവരെ അറ്റൻഡ് ചെയ്യാതെ, അവർക്ക് അറ്റൻഷൻ കൊടുക്കാതെ നമ്മൾ പേപ്പർ വായിക്കുക, TV നോക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിഥിക്ക് എന്ത് തോന്നും? അതേപോലെ നമ്മൾ ഭഗവാനെ വിളിച്ചു വരുത്താണ് നാമജപത്തിലൂടെ. എന്നിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെന്താ കാര്യം? സോ ദർ ഇസ് നോ യൂസ്. ഓക്കെ, ക്ലിയർ ആണോ മാജി? ക്ലിയർ ആണ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആരെന്തെങ്കിലും? ഒരു മിനിറ്റ് കേട്ടോ. Okay, so in this age of quarrel and hypocrisy, the only means of deliverance is the chanting the holy name of Lord. There is no other way, there is no other way, there is no other way. About text 13 and 14. समं कायाशिरो ग्रीवं धारयन् अचलं स्थिरां संप्रेक्ष्य नासिकाग्रं स्वं दिशश्चानवलोकयन्. समं कायाशिरो ग्रीवं धारयन् अचलं स्थिरां संप्रेक्ष्य नासिकाग्रं स्वं दिशश्चानवलोकयन्. श्यामला माता जी. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സമം കായോ ഗ്രീവം ധാരയന്നാചലം സ്ഥിരഃ സംപ്രേഷ്യ നാസികാഗ്രം സ്വം ദിശ്ചാനവലോകയൻ. പ്രശാന്താത്മഭിർബ്രഹ്മചാരിവ്രതേ സ്ഥിതഃ മനഃ സംയമ്യ മच्चित्तो ആസീദമത്പരഃ. हरि बोल. ഹരേ കൃഷ്ണ. मंगला माता जी. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സമം കായശിരോ ഗ്രീവം ധാരയന്നജലം സ്ഥിരഃ സംപ്രേക്ഷന്നാസികാഗ്രം സ്വം ദിശാനവലോകയൻ. പ്രശാന്താത്മാ വിഗതഭേർബ്രഹ്മചാരിവ്രതേ സ്ഥിതഃ മനഃ സംയമമച്चित्तो യുക്ത ആസീദമൽപരഃ. ഹരേ हरि बोल. കൃഷ്ണ. താങ്ക് യു. कति प्रभु. ഹരേ കൃഷ്ണ. സമം കായശിരോ ഗ്രീവം ധാരയന്നചലം സ്ഥിരം സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം തിച്ഛന്നാവലോകയൻ. ശ്ലോകം 14. പ്രശാന്താത്മാ വിഗതഭിർ ബ്രഹ്മചാരിവ്രതേ സ്ഥിത മനഃ സംയമമच्चित्तो യുക്ത ആസീദമത്പരഃ. ഹരേ കൃഷ്ണ. हरे कृष्ण. स्मिता माता जी. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. സമം കായാശിരോ ഗ്രീവം ധാരയന്നചലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശ്ചാനവലോകയൻ. പ്രശാന്താത്മാ വിഗതഭിർ ബ്രഹ്മചാരിവ്രതേ സ്ഥിതഃ മനസോ സംയമമच्चित्तो യുക്ത ആസീദമത്പരഃ. ഹരേ കൃഷ്ണ. हरे कृष्ण. हरि बोल. सुजी माता जी. ഹരേ കൃഷ്ണ. ഹരി ബോൾ. സമം കായശിരോ ഗ്രീവം ധാരയന്നജലം സ്ഥിര സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശനാവലോകയൻ. പ്രശാന്താത്മാ വിഗതഭിർ ബ്രഹ്മചാരിവ്രതേ സ്ഥിത മനഃ സംയമമ്യ മच्चित्तो യുക്ത ആസീദമൽപര. ഹരേ കൃഷ്ണ. തന്റെ ശരീരവും കഴുത്തും ഋജുരേഖയിൽ നിർത്തിക്കൊണ്ട് യോഗി നാസാഗ്രത്തിൽ ദൃഷ്ടിയൂന്നണം. സ്വസ്ഥവും നിയന്ത്രിതവുമായ മനസ്സോടെ നിർഭയനായി ബ്രഹ്മചര്യനിഷ്ഠനായി സഹൃദയസ്ഥനായ എന്നെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് ഗ്രഹിച്ച് ധ്യാനിക്കണം. ഹരേ കൃഷ്ണ. हरि बोल.
One should hold one's body, neck, and head erect in a straight line and stare steadily at the tip of the nose. Thus, with an unagitated, subdued mind, devoid of fear, completely free from sex life, one should meditate upon me within the heart and make me the ultimate goal of life. എന്താണ് പറയുന്നത്? എങ്ങനെ യോഗാഭ്യാസം ചെയ്യണം? ഇതൊക്കെ ഇന്നത്തെ യോഗ ക്ലബിൽ നടക്കുന്നുണ്ടോ നോക്കുക. എന്നാൽ നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഇതേപോലെ ഇത് പറഞ്ഞിരിക്കുന്ന പോലെ. അല്ലെങ്കിൽ ശ്രമ ഏവഹി കേവലം, അത് അല്ലെങ്കിൽ അത് ഒരു ഫിസിക്കൽ എക്സസൈസ് ആണെന്ന് മനസ്സിലാക്കുക. തെറ്റില്ല, അങ്ങനെ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. നമ്മളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ആ ഒരു പരിമിതിയിൽ ചെയ്യുകയാണെങ്കിൽ, ഓവർ ചെയ്യാൻ പാടില്ല. കൂടുതൽ ഈവൺ എക്സസൈസും അല്ലാണ്ട് കൂടുതൽ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനല്ല. ഒരു ലിമിറ്റ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അല്ല. പക്ഷെ ഇത് യോഗ എന്ന് ക്ലെയിം ചെയ്യാൻ പാടില്ല. യോഗ ആണ് വിചാരിക്കുകയാണെങ്കിൽ ഇത് പ്രകാരം ചെയ്യണമെന്നുണ്ട്. അപ്പൊ എന്താണ്? വൺ ഷുഡ് ഹോൾഡ് വൺസ് ബോഡി, നെക്ക് ആൻഡ് ഹെഡ് എറക്റ്റ്. നമ്മളുടെ ശരീരവും കഴുത്തും അതുപോലെ തലയും സ്ട്രെയിറ്റ് ആയിരിക്കണം, എറക്റ്റ് ആയിരിക്കണം, ഫേം ആയിരിക്കണം. അങ്ങനെ ആടിക്കളിക്കാൻ പാടില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ തലയാട്ടിയിട്ടും അങ്ങനെ ആയിട്ടും വളരെ ഈസി ചെയറിൽ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പാടില്ല. വളരെ ഫേം ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വൺ സിംഗിൾ സ്ട്രെയിറ്റ് ലൈനിൽ പോലെ ഇരിക്കണം. ആൻഡ് സ്റ്റെയർ സ്റ്റഡിലി. കണ്ണ് ഹാഫ് ക്ലോസ് ആയിരിക്കണം. മുഴുവൻ തുറക്കാനും പാടില്ല, മുഴുവൻ അടയ്ക്കാനും പാടില്ല. എന്നിട്ട് എവിടേക്ക് നോക്കണം? ടിപ്പ് ഓഫ് ദ നോസ്, നാസാഗ്രം, ടിപ്പ് ഓഫ് ദ നോസ്. നമ്മൾ ഒരു മിനിറ്റ് അങ്ങനെ നോക്കിയാണ്ടോ തലവേദന വരും, ഇല്ലേ? ഒരു മിനിറ്റ് നമുക്ക് നോക്കാൻ പറ്റില്ല, അപ്പൊ നമുക്ക് തലവേദന വരും. ദസ് വിത്ത് ആൻ അൺഅജിറ്റേറ്റഡ്, നമുക്ക് അജിറ്റേഷൻ പാടില്ല. ഇതങ്ങനെ നമ്മൾ കോൺസെൻട്രേറ്റ് സമയത്ത് നമ്മളുടെ ബാങ്കിലത്തെ ബാലൻസ് എന്താണ്, കുട്ടികൾ സ്കൂളിൽ പോയിട്ടുണ്ടാവോ, വൈഫ് എന്തായിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു മനസ്സിലൊരു അജിറ്റേഷൻ പാടില്ല. സബ്ഡ്യൂഡ് ദ മൈൻഡ്, മനസ്സിനെ ഉറക്കി കിടത്തുന്ന പോലെ മനസ്സിനെ കേന്ദ്രീകരിക്കേണ്ടത് ഇവിടെ ഈ പരമാത്മാവിന് മാത്രം, വേറെ എവിടേക്കും വ്യതിചരിക്കാൻ പാടില്ല. ഡിവോയ്ഡ് ഓഫ് ഫിയർ പാടില്ല. കാരണം എസ്പെഷ്യലി ഇങ്ങനത്തെ യോഗാഭ്യാസം എല്ലാം ചെയ്യുന്നത് കാട്ടിലായിരിക്കും. അപ്പൊ അവിടെ വന്യമൃഗങ്ങളുടെ ആ പേടിയൊന്നും പാടില്ല. കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം സെക്സ് ലൈഫ്, അതായത് ഫിസിക്കലായിട്ടുള്ള യാതൊരു കോണ്ടാക്റ്റും ഓപ്പോസിറ്റ് ജെൻഡറായിട്ട് പാടില്ല. വൺ ഷുഡ് മെഡിറ്റേറ്റ് അപ്പോൺ മീ, എന്നിട്ട് നമ്മൾ ധ്യാനിക്കണം. എവിടെ? വിത്തിൻ ദ ഹാർട്ട് ആൻഡ് മേക്ക് മീ ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ലൈഫ്. നമ്മുടെ പരമലക്ഷ്യം ആരായിരിക്കണം? ഭഗവാനായിരിക്കണം. ഇതാണ് യോഗ, അഷ്ടാംഗ യോഗ. ആദ്യം പറഞ്ഞതിന് ശേഷം ഉള്ള കുറെ പോയിന്റ്സ് ഇനിയും വരാൻ പോകുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്ന യോഗ സ്റ്റുഡിയോയിൽ നടക്കുന്ന ആ കാര്യങ്ങള് എത്ര തുച്ഛമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഭഗവാൻ പറയുന്ന ഈ കാര്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ, അത് ഒന്നാമത് നമ്മൾ ആദ്യത്തെ 2 ടെസ്റ്റിൽ തന്നെ നമ്മൾ പരാജയപ്പെടും. എന്താണ് ആദ്യത്തെ 2 ടെസ്റ്റ്? യമനിയമങ്ങളെ നമ്മൾ പാലിക്കുന്നില്ല, എന്നാലും ബാക്കി അങ്ങോട്ട് മുമ്പോട്ട് പോകും. യമനിയമങ്ങൾ പറഞ്ഞാൽ നമ്മൾ സാത്വികനാവണം. അപ്പൊ ഇന്ന് അതായത് ഒരു ഇത് പറയാണ്, ഒരു നിയമം, നമ്മൾ സാത്വികനാവണം. 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നതായിരിക്കും. ഇന്ന് യോഗ സ്റ്റുഡിയോയിൽ പോകുന്ന ഒരു വ്യക്തിയെ നമുക്ക് അങ്ങനെ കാണിച്ചു തരാൻ പറ്റും ഈ യമനിയമങ്ങൾ മുഴുവനും പാലിച്ചു. എന്തിനെല്ലാം അതായത് ഒരു നിയമം, അതായത് നോ മീറ്റ് ഈറ്റിംഗ്. 99.99% ആൾക്കാരും മീറ്റ് ഈറ്റിംഗ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ കാലത്ത് കലിയുഗത്തിൽ ബുദ്ധിമുട്ടാണ് ഈ യോഗാഭ്യാസം ചെയ്യാൻ. എങ്കിലും കൂടി ആസ് എൻ ഇൻഫോർമേഷൻ അർജുനന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ട് അർജുനൻ അറിഞ്ഞിരിക്കുന്ന വെച്ചാൽ അർജുനന്റെ മുഖേന നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ഇതെല്ലാം പറഞ്ഞുകൊണ്ട്. സോ ദ ഗോൾ ഓഫ് ലൈഫ് ഈസ് ടു നോ കൃഷ്ണ. വേദേശ്ച സർവൈർ അഹം ഏവ വേദ്യോ. വേദങ്ങളെല്ലാം അറിയുന്നത് എന്തിനാണ്? ഭഗവാൻ കൃഷ്ണനെ അറിയാൻ. We situated within the heart of every living being as Paramatma. The four-handed,
വിഷ്ണു ഫോം. പരമാത്മാവിന്റെ ഫോം എന്താണ്? 4-handed വിഷ്ണു ഫോമാണ്. The yoga process is practiced in order to discover and see the localized form of Vishnu and not for any other purpose. ഭഗവാന്റെ ദർശനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ യോഗ പ്രാക്ടീസ് അഭ്യസിക്കുന്നത്. അവിടെ വേറെ ഭൗതിക തലത്തിലുള്ള ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ടല്ല എന്നർത്ഥം. The localized Vishnumurti is a plenary representation of Krishna dwelling within one's heart. അപ്പോൾ നമ്മളുടെ ഹൃദയത്തിലുള്ള ആ പരമാത്മാവായിട്ട് കുടികൊള്ളുന്ന 4-handed വിഷ്ണു ഫോം എന്താണ്? പ്ലിനറി റെപ്രസെന്റേഷൻ ഓഫ് കൃഷ്ണ, പാർഷ്യൽ റെപ്രസെന്റേഷൻ ഓഫ് കൃഷ്ണ, വിഷ്ണുമൂർത്തി. So one who has no program to realize this Vishnumurti is uselessly engaged in Mog yoga practice and is certainly wasting this time. അപ്പോൾ ഇതല്ല നമ്മുടെ ലക്ഷ്യം. യോഗ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? certainly വേസ്റ്റിംഗ് ടൈം. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ സമയം പാഴാക്കുക എന്നല്ലാണ്ട് അതുകൊണ്ട് ആത്മീയ തലത്തിൽ നമുക്കൊരു മെച്ചമില്ല. ഭൗതിക തലത്തിലുണ്ടായിരിക്കാം, പൈസ സമ്പാദിക്കാം, ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, അതൊക്കെ ചെയ്യാം. പക്ഷെ ആത്മീയ തലത്തിൽ നമ്മുടെ എന്താണ്? വേസ്റ്റ് ഓഫ് ടൈം. Krishna is the ultimate goal of life and the Vishnumurti situated in one's heart is the object of yoga practice. ഭഗവാൻ കൃഷ്ണൻ ആണ് നമ്മളുടെ പരമലക്ഷ്യം. വിഷ്ണുമൂർത്തി നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ആ വിഷ്ണുമൂർത്തി എന്താണ്? നമ്മളുടെ ഒബ്ജക്റ്റ് ഓഫ് വർഷിപ്പാണ്, ഒബ്ജക്റ്റ് ഓഫ് യോഗ പ്രാക്ടീസ്. ആ വിഷ്ണുമൂർത്തിയുടെ സോഴ്സ് ആണ് കൃഷ്ണൻ. ടു റിയലൈസ് ദിസ് വിഷ്ണുമൂർത്തി വിതിൻ ഹാർട്ട് വൺ ഹാസ് ടു അബ്സർവ് കംപ്ലീറ്റ് ആബ്സ്റ്റൻസ് ഫ്രം സെക്സ് ലൈഫ്. ബ്രഹ്മചര്യം നമ്മൾ പാലിക്കണം. എന്നാൽ മാത്രമേ നമ്മളെ വേണ്ടാത്ത എല്ലാ കാര്യങ്ങളും ചെയ്യുക. എന്തിന്റെ ഭഗവാന്റെ ദർശനം കിട്ടണം പറഞ്ഞ് നടക്കില്ല. അപ്പൊ അതിന് ചില നിയമങ്ങളുണ്ട്, അത് നമ്മൾ പാലിക്കണം. അപ്പൊ അതിലത്തെ ഒരു നിയമമാണ് ബ്രഹ്മചര്യം. Therefore, one has to leave home and live alone in a secluded place. അതുകൊണ്ടാണ് ഇത് വീട്ടിൽ നടക്കില്ല എന്ന് പറയുന്നത്. Remaining seated as mentioned above, one cannot enjoy sex life daily at home or elsewhere and attend a so-called yoga class and thus become a yogi. അപ്പോൾ അതുകൊണ്ട് സിറ്റിയിൽ യോഗ ക്ലബിൽ പോകുന്ന ആൾക്കാരെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. കാരണം വീട്ടിലും താമസിച്ചിട്ട് കുടുംബമായിട്ട് താമസിച്ചിട്ട് എല്ലാ സെൻസ് എൻജോയ്മെന്റിലും ചെയ്തിട്ട് പിന്നെ 1 മണിക്കൂർ പോയിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നാണ് അർത്ഥം. One has to practice controlling the mind and avoiding all kinds of sense gratification, of which sex life is the chief. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഇന്ദ്രിയഭോഗങ്ങളിലും അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് സെക്സ് ലൈഫ്. In the rules of celibacy written by the great sage യജ്ഞവൽക്യ it is said, യജ്ഞവൽക്യന്റെ ആ റൂൾ ബുക്കിൽ സെലിബസി പറ്റിയിട്ട് ബ്രഹ്മചര്യത്തെ പറ്റിയിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: കർമ്മണ മനസാ വാച സർവാവസ്ഥോ സർവദാ സർവത്ര മൈഥുനാത്യാഗോ ബ്രഹ്മചര്യം പ്രചക്ഷതേ. The vow of brahmacharya is meant to help one completely abstain from sex indulgence in works, words and mind at all times, under all circumstances and in all places. അപ്പോൾ ബ്രഹ്മചര്യ ആദ്യത്തെ ഒരു എന്താണ്? ആശ്രമമാണ്, അല്ലെ? ബ്രഹ്മചര്യ, ഗൃഹസ്ഥ, വാനപ്രസ്ഥം, സന്യാസം. ആദ്യത്തെ 25 വർഷം നമ്മൾ ബ്രഹ്മചര്യം പാലിക്കണം. നോ മിംഗ്ലിംഗ് വിത്ത് ഓപ്പോസിറ്റ് സെക്സ്, നോ ജെൻഡർ മിംഗ്ലിംഗ്, സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ബ്രഹ്മചര്യം. അതാണ് അതിൻ്റെ ഒരു പ്രതിജ്ഞ എടുക്കണം. ആൻഡ് നോട്ട് ഓൺലി ഫിസിക്കലി, വർക്ക്, വേർഡ്സ് ആൻഡ് മൈൻഡ്, മനസ്സ വാച കർമ്മണ നമ്മൾ ബ്രഹ്മചര്യം പാലിക്കണം എന്നാണ്. അറ്റ് ഓൾ ടൈംസ്, എല്ലാ സമയത്തും, അണ്ടർ ഓൾ സർക്കംസ്റ്റൻസസ്, ഏത് സിറ്റുവേഷനിലും, ആൻഡ് ഇൻ ഓൾ പ്ലേസസ്, എല്ലാ സ്ഥലത്തും. No one can perform correct yoga practice through sex indulgence. അപ്പോൾ ഇതില് ഈ സെക്സ് ഇൻ്റലിജൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്ന് തീർത്ത് പറയുന്നു. ബ്രഹ്മചര്യ is taught therefore from childhood and one has no knowledge of sex life. ചൈൽഡ്ഹുഡ് തന്നെ ആദ്യത്തെ 25 വർഷം ഗുരുകുല സമ്പ്രദായത്തിൽ അവര് ഇതിന്ന് മാറ്റി നിർത്തും. അവർക്ക് ഇതിനെപ്പറ്റി ഒരു ഗ്രാഹ്യം കൂടി ഉണ്ടാവില്ല.
one has no knowledge of sex life. Children at the age of 5 are sent to the Gurukula. Okay, അഞ്ചാമത്തെ വയസ്സിൽ ഗുരുകുലത്തിലേക്ക് പറഞ്ഞേക്കും, or the place of the spiritual master. And the master trains the young boys in the strict discipline of becoming brahmachari. നമ്മളുടെ ഭാരത സംസ്കാരത്തിനെ അതിന്റെ നട്ടെല്ല് ഒടിച്ചത് ആരാണ്? ഭാരത സംസ്കാരത്തിന്റെ നട്ടെല്ല് ഒടിച്ചത് ആരാണ്? ഗുരുകുല വിദ്യാഭ്യാസം നിർത്തിവെച്ചത് ആരാണ്? ബ്രിട്ടീഷുകാർ. അവർ വന്ന ശേഷമാണ് അവരുടെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം വന്നത്. ഇതെല്ലാം പ്രീഡേറ്റഡ് ആണ്, പ്രിമിറ്റീവ് ആണ്, ഇതൊന്നല്ല വിദ്യാഭ്യാസം പറഞ്ഞിട്ട് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മുടെ ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ നിർത്തി അവരുടെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നമ്മുടെ മീത് അടിച്ചേൽപ്പിച്ചു. അന്ന് നമ്മളുടെ നട്ടെല്ല് പൊട്ടി. പിന്നെ കൗസ് ലോട്ടറി തുടങ്ങി വെച്ചു. നമ്മളുടെ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം അവർ നശിപ്പിച്ചു. അതാണ് ഉണ്ടായത്. അവിടെ നിന്നാണ് നമ്മുടെ നാശം തുടങ്ങിയത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ഗുരുവിനോടുള്ള ആദരവും ബഹുമാനവും ഇന്ന് നമ്മൾ നോക്കി നോക്കൂ, ഒരു സ്കൂളിൽ നടക്കുന്നത് എന്താണ് അല്ലേ? ഇന്നിപ്പോൾ ഇപ്പോഴും നമ്മൾ പഴയ നമ്മുടെ 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 10-ാം ക്ലാസ്സിലോ കണ്ടുള്ള മാസ്റ്റർ ടീച്ചറെ കാണുകയാണെങ്കിൽ നമുക്ക് അവരോടുള്ള ബഹുമാനമില്ലേ? അപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് എന്തെങ്കിലും ബഹുമാനമുണ്ടോ ടീച്ചേഴ്സിനോട്? ഒരു അഫിനിറ്റി ഇല്ല, ഒരു അഫെക്ഷനും ഇല്ല, ഒരു ആദരവും അവരോട് കാണിക്കുന്നില്ല. അതാണ് അന്നത്തെ ഇന്നത്തെ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുരുകുല വിദ്യാഭ്യാസം ആൻഡ് ദ മോഡേൺ എഡ്യൂക്കേഷൻ, ദ വെസ്റ്റേൺസ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ആരോടും ഒരു ബഹുമാനമില്ല, മാനേഴ്സ് ഇല്ല, എറ്റിക്കേറ്റ്സ് ഇല്ല. ഇതാണ് അവർ നമ്മളെ പഠിപ്പിച്ചത്. എന്നാൽ ചില ആൾക്കാർ പറയും, നിങ്ങൾക്ക് റെയിൽവേ കിട്ടിയില്ലേ, നിങ്ങൾക്ക് തപാൽ പോസ്റ്റ് ഓഫീസ് തന്നില്ലേ, അത് തന്നില്ലേ. അതൊന്നും ഇല്ലെങ്കിലും നമ്മൾ അന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ സുഖമായിട്ട് ജീവിച്ചിരുന്നു. ഇന്ന് അതുകൊണ്ട് നമ്മളുടെ സെൻസ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് കൂടുതൽ സൗകര്യം ഉണ്ടായിരിക്കാം, പക്ഷെ ആത്മീയ തലത്തിൽ നമ്മൾ പിന്നോക്കം. പക്ഷെ എന്നാലും ഡിവോട്ടീസ് ഈ ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് ഇന്നത്തെ കാലത്ത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അത് നല്ല കാര്യം. ഇത്ര തന്നെ. So children at the age of 5 are sent to Gurukula or the place of spiritual master, and the master trains the young boys in the strict discipline of becoming brahmacharis. Without such practice, no one can make advancement in yoga, whether it be dhyana, jnana or bhakti. One who, however, follows the rules and regulations of married life, having a sexual relationship only with his wife, and that also under regulation, is also called a brahmachari. അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തില് തൻ്റെ പാർട്ട്ണറായിട്ട് സ്പൗസായിട്ട് അവര് റെഗുലേറ്റഡ് എൻജോയ്മെന്റ് ചെയ്യുന്ന ആൾക്കാരും ബ്രഹ്മചര്യം അനുസരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അണ്ടർ റെഗുലേഷൻ. Such a restrained householder, brahmachari, may be accepted in the bhakti school, but the jnana and dhyana school do not even admit householders brahmachari. അപ്പൊ ഭക്തി മാർഗത്തിലെ അങ്ങനെ റെഗുലേറ്റഡ് ബ്രഹ്മചാരി, റെഗുലേറ്റഡ് ഗൃഹസ്ഥാസിനെ അവർക്ക് അഡ്മിഷൻ കിട്ടും. പക്ഷെ ധ്യാന ജ്ഞാന ആ പാത്ത് നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ സ്ട്രിക്ട്ലി ബ്രഹ്മചാര്യ അനുസരിക്കുന്ന ആൾക്കാരായിരിക്കും. ഹൗസ് ഹോൾഡേഴ്സിന് പറ്റില്ല. They require complete abstinence without compromise. In the Bhakti school, a householder brahmachari is allowed controlled sex life because the cult of Bhakti Yoga is so powerful that one automatically loses sexual attraction being engaged in the superior service of the Lord. In the Bhagavad Gita, it is said, Vishaya vinivartande niraharasya dehina rasa varjam rasopyasya param drishtva nivartade. ഇതല്ലേ നമ്മൾ വായിച്ചത് അല്ലേ, ഡിസ്കസ് ചെയ്തത്. അതെ. Whereas others are forced to restrain themselves from sense gratification. A devotee of the Lord automatically refrains because of superior taste. അപ്പൊ ലോവർ ടേസ്റ്റിന് സുപ്പീരിയർ ടേസ്റ്റിലേക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ, അതായത് ഡിറ്റാച്ച്മെന്റ് ആൻഡ് അറ്റാച്ച്മെന്റ്. ഡിറ്റാച്ച്മെന്റ് ഫ്രം ദ മെറ്റീരിയൽ,
allurements, attachment to spiritual activities. Other than the devotee, no one has any information of that superior taste. Vikadabhi, one cannot be fearless unless one is fully Krishna conscious. ഒരു വ്യക്തി പൂർണ്ണമായിട്ടും കൃഷ്ണാവബോധത്തിലാണെങ്കിൽ ആ വ്യക്തിക്ക് മാത്രമേ ഭയമില്ലാതിരിക്കൂ. അല്ലെ? പ്രഭുപാദരുടെ പേരൻ എന്താണ്? അഭയ ചരൺ. അഭയ, അതായത് വൺ ഹു ഇസ് ഫിയർലെസ് at the lotus feet of Supreme Lord. A conditioned soul is fearful due to his perverted memory, his forgetfulness of his external relationship with Krishna. Bhagavatam 11.2.31 says, Bhayam didya viniveshata syad ishad apetasya viparyayo smriti. Krishna consciousness is the only basis for fearlessness. Therefore, perfect practice is possible for a person who is Krishna conscious. കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ഭയമില്ലാതിരിക്കും, അവർക്ക് മാത്രമാണ് ഇങ്ങനത്തെ യോഗാഭ്യാസങ്ങളെല്ലാം ചെയ്യാനും പറ്റും. And since the ultimate goal of yoga practice is to see the Lord within, a Krishna conscious person is already the best of all yogis. അപ്പോൾ കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി is the best of all yogis. എന്റെ യോഗിനാം അപി സർവേശാം മദ്ഗതേനാന്തരാത്മന, അല്ലെ? അവസാനത്തെ ശ്ലോകം. എല്ലാ യോഗികളിലും ആരാണ് ഏറ്റവും ബെസ്റ്റ്? എന്നെ ധ്യാനിക്കുന്നു. The principles of the yoga system mentioned herein are different from those of the popular so-called yoga societies. പ്രഭാത വീണ്ടും ഒരു അഡീഷണൽ പോയിന്റ് വീണ്ടും പറയാണ്, ഒന്നും കൂടി നമ്മളെ വാൺ ചെയ്യാണ്. ഇന്നത്തെ കാലത്ത് കാണുന്ന യോഗ സിസ്റ്റം അല്ല ഭഗവാൻ ഭഗവത്ഗീതയിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതും അതേപോലെ യോഗ സ്റ്റുഡിയോയിൽ കാണിക്കുന്ന ആ യോഗ സോ കോൾഡ് യോഗ പ്രാക്ടീസസും വളരെ വളരെ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. സോ നമ്മൾ ആ യോഗ പ്രാക്ടീസിൽ ചെന്ന് പെടരുത്. ശരിക്കുള്ള യോഗ പ്രാക്ടീസ് ഇതാണ്. പക്ഷെ അത് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് നമ്മൾ എന്താണ്, നാമജപം മാത്രം ചെയ്താൽ മതി എന്നാണ് നമ്മളെ ഇവിടെ പറഞ്ഞു തരുന്നത്. സോ ടെക്സ്റ്റ് 15 അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेम। हरि हरि बोल। हरे कृष्ण। ओके।